നമസ്തേ, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. പുത്തൻപുള്ളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് നിരവധി വാർത്തകൾ സംഭവിക്കാനിരിക്കുന്ന ദിവസമാണ്. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. കച്ചമുറുക്കി പുതിയ പടത്തലവൻ, തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ BJP. സാമൂഹിക സാംസ്കാരിക നായകന്മാരെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ. ആവേശഭരിതരായി പ്രവർത്തകർ. സ്വകാര്യ സർവകലാശാല ബിൽ ഇന്ന് നിയമസഭയിൽ. വിദേശ സർവകലാശാലകൾക്ക് അനുമതി ഉണ്ടാവില്ല. സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. യാക്കോബായ സഭയ്ക്ക് ഇനി പുതിയ അധ്യക്ഷൻ. ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ഇന്ന് ചുമതലയേൽക്കും. ശുശ്രൂഷ ചടങ്ങുകൾ ബെയ്റൂട്ടിൽ രാത്രി 7:30. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. അഴിമതി നടന്നിട്ടില്ലെന്ന് കണ്ടെത്തൽ. സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകി വിജിലൻസ് ഡയറക്ടർ. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ കൊടും ചൂട്. ആശാചമരം 44-ാം ദിവസത്തിലേക്ക്. നിരാഹാരം 6-ാം നാൾ. കണ്ണിൽ ചോരയില്ലാതെ സർക്കാർ. കൊച്ചിയിൽ ലഹരി സംഘങ്ങളുടെ വിളയാട്ടം. വൈപ്പിനിലെ വിൽപ്പന പോലീസിനെ അറിയിച്ച അച്ഛനും മകൾക്കും നേരെ ആക്രമണം. തിരുവനന്തപുരത്ത് ഉപയോഗം വിലക്കിയ അമ്മയ്ക്ക് മർദ്ദനം. IPL-ൽ ഡൽഹിക്ക് ഉജ്ജ്വല വിജയം. ലക്നൌവിനെ തോൽപ്പിച്ചത് ഒറ്റ വിക്കറ്റിന്. കൈവിട്ട കളി തിരിച്ചു പിടിച്ച് അശുതോഷ് ശർമ്മയുടെ തകർപ്പനടി. ഇന്ന് ഗുജറാത്ത് പഞ്ചാബിനെ നേരിടും. ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റത്. അദ്ദേഹം അതിനുശേഷം നൽകിയ അഭിമുഖങ്ങളിലെല്ലാം തൻ്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്നത് കണ്ടു. വികസിത കേരളമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ടു. മാത്രമല്ല, NDA സർക്കാർ അത് സംസ്ഥാനത്ത് വരണം. അതിനായി ഏതറ്റം വരെയും പോകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. അത് തുടരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള സംഘടനാ ഒരുക്കങ്ങൾക്ക് പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിന് പിന്നാലെ തുടക്കമാവുകയാണ്. സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരെ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കണ്ടേക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, പുതിയ അധ്യക്ഷൻ വന്ന ശേഷമുള്ള ആദ്യ പകൽ എന്തൊക്കെയാണെന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരിപാടികൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തികളെ നേരിൽ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രധാന അജണ്ടകളിലൊന്ന്. തിരുവനന്തപുരത്തുള്ള ആളുകളെ പ്രധാനമായും ഇന്ന് അദ്ദേഹം നേരിൽ കാണും. ഒപ്പം BJPയോട് അനുഭാവമുള്ള ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ നടപടികളൊക്കെ ആരംഭിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള IAS IPS ഓഫീസേഴ്സൊക്കെ BJPയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻ വിരമിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത്തരത്തിൽ കൂടുതൽ ആളുകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവോടെ പാർട്ടിയിലെ
എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻതൂക്കം നൽകുക. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ BJPക്ക് വലിയ വിജയസാധ്യതകളുള്ള ഭരണം തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളുമായുള്ള കൂടിക്കാഴ്ചകൾ, ഒപ്പം പാർട്ടി പ്രവർത്തകരുമായി വിവിധ തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യ കുറച്ച് ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുക. ഒപ്പം തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടുതൽ സജീവമായി കേരളം കാതോർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ തന്നെ വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തെ പറ്റി ഉള്ള ചർച്ചകൾ പോലും ഇത്ര സജീവമായി നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റിന് BJPയെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള ചർച്ചകൾ ഒരു വശത്ത് സജീവമായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ വെച്ച് തന്നെ BJP വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളൊരു വിലയിരുത്തലുമാണ്. എന്തായാലും പാർട്ടി പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമ്മൾ താഴെ തട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു റെസ്പോൺസ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നേരത്തെ തിരഞ്ഞെടുപ്പിനെത്തുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ, ഒരുപക്ഷെ ഏറ്റവും അവസാനം പ്രചാരണം ആരംഭിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം. പിന്നീട് അത് വളരെ പെട്ടെന്ന് അദ്ദേഹം മുന്നിലേക്ക് എത്തുകയും വലിയൊരു മത്സരം കാഴ്ചവെച്ച് അവസാനം വിജയത്തിന് തൊട്ടടുത്തെത്തിയിട്ടാണ് അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതങ്ങനെ പെട്ടെന്ന് വളരെ കുറച്ച് ചെറിയ സമയം കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഇമ്പാക്റ്റ് പാർട്ടി പ്രവർത്തകരിലും സംഘടനാ തലത്തിലുമൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. ചുരുക്കം ദിവസമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖറിന് ഈ പദ്ധതിയാണ് അദ്ദേഹത്തെ ആവേശ പോരാട്ടത്തിലേക്ക് നയിച്ചതും വിജയിക്കുമെന്ന പ്രതീക്ഷ പൂർണ്ണമായും പ്രവർത്തകരിലേക്ക് എത്തിയതും. നോക്കൂ, അത്തരം പദ്ധതികളിലാണ് അണികളുടെ പുതിയ ആവേശം എന്ന് തോന്നുന്നു. അതുതന്നെയാണ് കൃഷ്ണരാജ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ശശി തരൂരിനെ പോലെ ഒരാൾക്കെതിരെ മത്സരിക്കാൻ വരുന്നത് അദ്ദേഹത്തിന് തുല്യനായ ആൾ തന്നെയാണ് എന്നുള്ള തിരുവനന്തപുരത്തുകാരെ ബോധ്യപ്പെടുത്തിയെടുത്ത ഒരു നിലപാടുണ്ട്. ഒപ്പം തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ചില പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ അന്ന് പദ്ധതികളൊക്കെ നടപ്പിലാകുമ്പോൾ തിരുവനന്തപുരം വലിയ സമാനതകളില്ലാത്ത രീതിയിൽ വികസന കുതിപ്പിനൊക്കെ കാരണമാകുന്ന എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ പ്ലാനും പ്രോജക്റ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സമാനമായ രീതിയിലുള്ള പുതിയ സമീപനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് തങ്ങൾ കൃത്യമായി ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലത്തിലും ഒക്കെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമൊക്കെ ആയിരിക്കും അദ്ദേഹം വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പ്രാദേശിക തലം മുതൽ BJPക്ക് കൂടുതൽ സ്വാധീന ശക്തി കൈവരുത്തുക, സംഘടനാപരമായി BJPയെ ശക്തിപ്പെടുത്തുക, ബൂത്ത് തലത്തിലടക്കമുള്ള കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിന് ശക്തമായ നേതൃത്വം നൽകുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന് മുൻപുള്ള പ്രധാന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കുറച്ച് നാളുകളിലേക്കുള്ള പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളുമായി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് അദ്ദേഹം വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക. കൃഷ്ണരാജ്, ഒരുപക്ഷെ ഇന്ന് ഈ സാമൂഹിക സാംസ്കാരിക നായകന്മാരെയൊക്കെ കാണുന്നത് ഒരു തുടക്കമാണ്. അതായത് BJPയിൽ ഒരു പുതിയ തുടക്കം. കെ സുരേന്ദ്രൻ നൽകിയ ഊർജം അത് അതേപടി തുടരാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായല്ലാതെ ഒരു തുടക്കമാണ് ഇന്ന് മുതൽ അങ്ങോട്ട്, അല്ലേ? കൃഷ്ണരാജ്, കഴിഞ്ഞ കുറച്ച് കാലമായി BJPക്ക് കേരളത്തിലുണ്ടാകുന്നൊരു വളർച്ചയുണ്ട്. നമ്മൾ ഓരോ പടി പോലും വെച്ച് സ്റ്റെപ്പായി BJP വളർന്നു കയറി വരുന്നു എന്നുള്ള കാര്യത്തിൽ എതിർ രാഷ്ട്രീയക്കാർക്ക് പോലും സംശയമില്ലാത്ത വിഷയമാണ്. അപ്പോൾ BJP അത്ര സംഘടനാ സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തി ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ട് ഷെയർ ഉയർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് BJPക്ക് കേരളത്തിലുള്ളത്. ഒരു അധികാരത്തിലേക്കൊന്നും ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ സംഘടനാ തലത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ദേശീയ തലം മുതൽ കേരളത്തിലെ ബൂത്ത് തലം വരെയുള്ള എല്ലാ ഇടങ്ങളിലും കൃത്യമായ
പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ അത്തരമൊരു സമീപനം അദ്ദേഹം സ്വീകരിക്കും. ഒപ്പം ഈ മറ്റ് പ്രമുഖ വ്യക്തികളെ കാണുന്നത് കൂടുതൽ ആളുകളെ BJPയിലേക്ക് അടുപ്പിച്ച് നിൽക്കാനും അല്ലെങ്കിൽ BJPയോടൊപ്പം ചേർത്ത് നിർത്താനും ഒക്കെ കഴിയുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ ടെക്നോക്രാറ്റുകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ BJPയിലേക്ക് വന്നത് BJPക്ക് വലിയൊരു ഗുണമായി എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്തിനോടൊപ്പം ചേർന്ന് വികസന സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ, രാജ്യത്തെ വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ചവരൊക്കെ കേരളത്തിലും BJP വരേണ്ടതിൻ്റെ ഒരു അനിവാര്യതയൊക്കെ ചൂണ്ടിക്കാട്ടിയ പല വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇപ്പോൾ IAS IPS ഉദ്യോഗസ്ഥരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടായിരുന്നു. ജേക്കബ് തോമസിനെ പോലെയുള്ള, ടെൻകുമാറിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിവിധ സൈനിക ഉദ്യോഗസ്ഥർ, അങ്ങനെയൊക്കെ ഒരുപാട് പേർ BJPയോടും സംഘപരിവാറിനോടും ഒക്കെ അനുഭവം കാണിച്ച് അതിൻ്റെ കൂടാരത്തിലേക്ക് വന്നു കയറുന്ന കാഴ്ചകൾ നമ്മൾ കുറച്ച് കാലങ്ങളായി കാണുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു ടെക്നോക്രാറ്റ് വരുന്നു. ആ ടെക്നോക്രാറ്റ് തന്നെ BJPയെ സംസ്ഥാനത്ത് നയിക്കുന്നു എന്നതൊക്കെയുള്ള ഒരു വലിയ ഒരു മാറ്റമുണ്ട്. ഒരു സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു സമീപനമല്ല. പലപ്പോഴും ഇത്തരം ആളുകൾ മറ്റ് രാഷ്ട്രീയ സംഘടനകളിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും കുറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. എക്സ്പെർട്ടൈസിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ദേശീയ തലത്തിലടക്കം BJP മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ആ സമാനമായ രീതിയിൽ ഒരു ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വിജയിച്ച ഒരു മനുഷ്യൻ, ഒരു തെളിയിച്ച തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഈ ശശി തരൂരിനെ പോലെ ഒരാളെ തോൽവിയുടെ വക്കിൽ വരെ എത്തിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന രീതിയിലൊക്കെയുള്ള വലിയ രീതിയിലുള്ളൊരു ഒരു ഗ്ലാമർ അദ്ദേഹത്തിനുണ്ട്. ആ ഗ്ലാമർ സംഘടനാപരമായി കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നതോടെ കൂടുതൽ ആളുകളെ, പുതിയ ഈ പറയുന്ന രീതിയിലുള്ള സമൂഹത്തിലെ പ്രശസ്തരായ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളെയും സംഘടനയിലേക്ക് എത്തിക്കുക, അതിനൊപ്പം തന്നെ BJPക്ക് കൂടുതൽ സംഘടനാപരമായ അടിത്തറ കെട്ടിപ്പടുക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ട്. അക്ഷരാജ്. യെസ്, രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പൗരപ്രമുഖരെയും സാമൂഹിക സാംസ്കാരിക നായകന്മാരെയും കാണും. BJP പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഒരു പുതിയ തുടക്കം, അതായത് K. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന 5 വർഷക്കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത ഊർജം അതേപടി തുടരാൻ, അതിൽ കൂടുതൽ എന്തു ചെയ്യാൻ എന്ന തീരുമാനങ്ങളെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുന്നു. ആ പ്രതീക്ഷ അണികൾക്കും പ്രവർത്തകർക്കും ഉണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സമരം 44-ാം ദിവസത്തിലേക്കാണ്. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ ഇന്നലെ ആശമാരുടെ കൂട്ടോപവാസം നടന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, സമരം ഒരടി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. അത് തെളിയിക്കുന്നുമുണ്ടവർ. കാരണം ഓരോരോ ഘട്ടങ്ങളായി സമരവീര്യം കൂട്ടുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇന്നലെ കൂട്ട ഉപവാസമായിരുന്നു. ഇന്ന് ഒരു വശത്ത് നിരാഹാര സമരം 6-ാം ദിവസം, അതേസമയം ആകെ സമരം, പ്രതിഷേധം 44 ദിവസം ആകുന്നു. എന്താണ് ആശമാരുടെ പ്രതികരണം? കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. 44-ാം ദിവസവും ആശമാർക്ക് നിരാശ തന്നെയാണ്. കാരണം ഈ 44 ദിവസം പിന്നിടുമ്പോൾ ഇവർക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 6-ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരാണ് ആശ സമരപ്പന്തലിൽ നിരാഹാരം കിടക്കുന്നത്. ഒരു ഘട്ടത്തിലെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് കിട്ടേണ്ട നീതിയും ആനുകൂല്യവും അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട നീതിയും അവകാശവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് ഈ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരന്തരം നിയമസഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം പല ഘട്ടങ്ങളിലും ചർച്ചയാവുകയാണ്. എല്ലാ തലങ്ങളിലും ചർച്ചയാകുമ്പോഴും സർക്കാർ ആശമാരെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കേൾക്കാൻ വരട്ടെ, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങളിരുന്നത്. നിരാഹാരമാണെങ്കിൽ നിരാഹാരം ഇവിടെ ഉണ്ടാവും ഞങ്ങൾ. ഇന്ന് എത്ര പേര്, ഇന്ന് ആരൊക്കെയാണ് നിരാഹാരം? ഞങ്ങൾ തുടക്കം മുതലുള്ളവരാണ്. ഞാനും തങ്കമണി, ശോഭയാണ് നിരാഹാരം. ആശുപത്രിയിൽ കൊണ്ടുപോയവർക്ക് എന്തായി അവരുടെ അവസ്ഥ? അത് കുഴപ്പമില്ല. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഷീജ. ഏതെങ്കിലും ഭാഗത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് സമരപ്പന്തലിൽ ഏതൊക്കെയോ സംഘടനകൾ വരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആരാണെന്ന്. ഇന്ന് വരും കുറേ സംഘടനകൾ വരും. ഈ നിരാഹാരത്തിൽ പങ്കെടുക്കാത്ത ആശമാർ ജോലിക്ക് പോകുന്നുണ്ടോ? ഈ ഫീൽഡ് വർക്കിന് പോകുന്നുണ്ടോ? എല്ലാ ജില്ലകളിലും എല്ലാ വർക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ധാരാളം ആശമാരുണ്ട്. എല്ലാ ജില്ലകളിലും
ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, അവർ ജോലി ഒഴിവാക്കി നിൽക്കുകയാണ്, സമരത്തോടൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കിപ്പോൾ നിരാഹാര സമരത്തിൽ ഏതാണ്ട് ഈ സമരപ്പന്തലുള്ളവരാണുള്ളത്. അപ്പോൾ മറ്റു ജില്ലകളിലെ ആശമാർ ഇത്തരത്തിൽ ജോലിക്ക് ഫീൽഡ് വർക്കിന് പോകുന്നുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ കൂട്ടത്തിലുള്ളവർ ഇത്തരത്തിൽ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു ജില്ലകളിലുള്ളവരും ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നിയമസഭയിൽ ഉൾപ്പെടെ വന്നൊരു ചർച്ചാ വിഷയമായിരുന്നു വേനൽക്കാലമാണ്. വേനൽക്കാലത്തിന് ശേഷം വരുന്നൊരു വലിയൊരു മഴക്കാലമാണ്. അപ്പോൾ ഒരുപക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാരെ പോലുള്ള ഫീൽഡ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ മേഖലകളിലൊക്കെ ആരോഗ്യ മേഖലകളിലൊക്കെ ഉള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുമൊക്കെ അവരെ കൊണ്ട് മാത്രമേ ഈ ഡേറ്റകൾ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു വലിയ പ്രതിസന്ധി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു വിവരശേഖരണം, അതൊക്കെ ഒരുപക്ഷെ ഈ ആശമാരെ ആശ്രയിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു കൈവിട്ട കളിയാണ് കളിക്കുന്നത്. ഏതാണ്ട് 23,000-ഓളം ആശാ വർക്കർമാരാണ് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കാർ പോലും അറിയാത്ത മനുഷ്യ ജീവിതങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരെയാണ് സർക്കാർ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ സർക്കാർ കാണുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നിരവധി തവണ ഈ വിഷയത്തിൽ നിയമസഭയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയാകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 6ാം ദിവസമാണ് ഒരുപക്ഷെ ആശാ വർക്കർമാരുടെ ഈ ഒരു നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന ആശാ വർക്കർമാരുടെ സംസ്ഥാന യൂണിറ്റിലുള്ള അല്ലെങ്കിൽ സമരസമിതിയുടെ സംസ്ഥാന നേതാക്കളാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ നിരാഹാര സമരമിരിക്കുന്നത്. കുറച്ച് പേര് ഈ ശാരീരിക അസ്വസ്ഥതകൾ കാരണം അവർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ. സൗമ്യ ചേച്ചി, 6ാം ദിവസമാണ് സമരം. വിവിധ ഘട്ടങ്ങളിലൊക്കെ ഈ ചർച്ച വരുന്നത്, എന്നിട്ടും സർക്കാർ ഒരുപക്ഷെ കണ്ടില്ല നടിക്കുന്നു. നമ്മളൊരു വലിയ മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സേവനം ഏറ്റവും കൂടുതൽ വേണ്ടൊരു സമയമാണ്. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? അവർക്ക് ഇതൊന്നൊരു വിഷയമില്ലല്ലോ, അവിടെ കിടന്നോട്ടെ എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത്. നമുക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ അറിയിച്ചത്. വളരെ ന്യായയുക്തമായ കാര്യങ്ങളെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് വെച്ചിട്ടുള്ളൂ. അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊന്നുമല്ല, ഒരു നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഭരണകൂടത്തിൻ്റെ പിടിവാശിയാണ് ആശമാരെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ആരാണ് നേതൃത്വം നൽകുന്നതെന്ന് ഇവർ ശ്രദ്ധിക്കേണ്ട. ആരാണ് നിരാഹാരം കിടക്കുന്നത്, ആരാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രം ഗവൺമെൻറ് ചിന്തിച്ചാൽ മതി. അവരോടൊപ്പം എല്ലാ കാലത്തും സർക്കാരിൻ്റെ ഒപ്പം എന്ത് ദുരന്തങ്ങളുണ്ടായ സമയങ്ങളും സർക്കാരിൻ്റെ തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചവരാണ് ആശാപ്രവർത്തകർ. ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം നിന്നത്. നിപ്പ ആവട്ടെ, കോവിഡ് ആവട്ടെ, പ്രളയമാവട്ടെ, പാലോടുള്ള ഈ അനിതകുമാരി ചേച്ചിയൊക്കെ ഉൾപ്പെടെ ഉള്ളവരെ വയനാട് ചൂരൽമലയിലൊക്കെ കൊണ്ടുപോയായിരുന്നു. പ്രളയത്തിന് സമയത്ത് വലിയ വാൻ കൊണ്ടുവന്നാണ് ആശാ വർക്കേഴ്സിനെ കൊണ്ടുപോയി അവിടെയുള്ള വീടെല്ലാം ക്ലീൻ ചെയ്യാനും രോഗികൾക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയത്. അതൊക്കെ സർക്കാർ മറന്നുപോയി. പക്ഷേ ഞങ്ങൾ ആശമാരത് മറന്നിട്ടില്ല. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കുകയും ആവശ്യം കഴിയുമ്പോൾ പുറംകാല് കൊണ്ട് ചവിട്ടി എറിയുകയും ചെയ്യുന്നൊരു സ്വഭാവം ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല. അവർ തൊഴിലാളി സർക്കാരല്ലേ. ഒരു ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് തൊഴിലാളി വിരുദ്ധതയാണെന്ന്. എങ്ങനെ ഇവർക്ക് തൊഴിലാളി വിരുദ്ധത പറയാൻ പറ്റും? പണി എടുപ്പിക്കുമ്പോൾ തൊഴിലാളിയും ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനമെന്ന് പറഞ്ഞാലും അതേ ഈ രാഷ്ട്രീയക്കാരും സന്നദ്ധ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ MP-മാർക്ക് വരെ എത്ര ലക്ഷം രൂപയെ കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സന്നദ്ധ പ്രവർത്തനം ചെയ്ത് ഞങ്ങൾക്കും അതേ ഓണററി വർദ്ധിപ്പിച്ച് തരാനേ ഞങ്ങളും പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? ഇവരുടെയൊക്കെ അവസ്ഥ കണ്ട. ചേച്ചിക്കാണെങ്കിൽ ഈ ശോഭേച്ചി നിരാകാരികളുടെ ശോഭേച്ചിക്ക് വാടക വീടാണ്, ഭർത്താവില്ല, വിധവയാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടിയുണ്ട്, അതിനൊരു കൊച്ചുമുണ്ട്, അതും ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇളയ മോളെ നേഴ്സിംഗ് പഠിപ്പിച്ചു, അതിൻ്റെ കടബാധ്യതകളുണ്ട്. അപ്പോൾ അത്രയൊക്കെ ബുദ്ധിമുട്ടിലുള്ള ആശാ വർക്കർമാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പറയുന്നത് എൻ്റെ വീട് പോലും ജപ്തിയിലായിരിക്കുന്ന വീടാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, എൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർധനവ് ഞങ്ങൾക്ക് ഈ ഓണററി വർദ്ധിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുടുംബം ഒന്ന് പച്ച പിടിക്കും. ഒരുപാട് പച്ച പിടിക്കലല്ല,
നമ്മൾ പറയില്ലേ നാടോടെ ഓടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ആശയം മാത്രമേ ഞങ്ങൾക്കും ഉള്ളൂ. ഗവൺമെൻറ്റിന് കഴിയാത്തത് കൊണ്ടല്ല. ആന്ധ്ര സർക്കാരിന്, പശ്ചിമ ബംഗാൾ സർക്കാരിന്, കർണാടക സർക്കാരിന് ചെയ്യാമെങ്കിൽ അവർ പറഞ്ഞ് കൊടുത്തിട്ടില്ല. വാഗ്ദാനത്തിൽ അവർ എഗ്രിമെൻ്റെങ്കിലും എഴുതിയല്ലോ. അത് ഏപ്രിൽ മുതൽ അവർക്ക് പ്രാബല്യത്തിൽ വരുള്ളൂ. എന്നാൽ അവരത് ചെയ്യാൻ തയ്യാറായല്ലോ. എന്തുകൊണ്ട് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ഇങ്ങനെ അവഗണിക്കുന്നത്? അതേ ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളൂ. എന്ത് ജോലി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ നിന്നാൽ പോലും ഞങ്ങളുടെ ജനങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ഞങ്ങൾ പോകും. കാരണം എന്താ പറയുമ്പോൾ ഞങ്ങൾ ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സേവന സന്നദ്ധരായി വന്നവർ തന്നെയാണ്. അവർ എന്ത് ആപത്ത് വന്നാലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും ഇനിയൊരു പക്ഷേ ആശാ വർക്കർമാർ ഈ സമരത്തിൽ തുടരുന്ന സാഹചര്യത്തിലാണ് പോലും ഒരു ദുരന്തം വരികയാണെങ്കിൽ സന്നദ്ധ സംഘടനയോടൊപ്പം ഒരു പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണത്തിലൂടെ അറിയിക്കുന്നത്. ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിലിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരു പക്ഷേ അവരുടെ 23,000-ഓളം വരുന്ന ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്തത്. കഴിഞ്ഞ വർഷം ഈ തൊഴിലാളി മുൻ CIT നേതാവും ഇപ്പോഴത്തെ LDF കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ ഈ സഭയിൽ പറയുകയുണ്ടായി, ഈ INTC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ആശാ വർക്കർമാർക്കെതിരെയാണ് പറയുന്നത്. ഇവിടെ സ്വഭാവം വെളിയിൽ വന്നു തുടങ്ങി. ഇവരെ നിയമിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന സംഘടനയെ പറ്റിയിട്ടൊക്കെ ചോദ്യം ചെയ്യേണ്ട ഘട്ടമാണ്. ഏത് സംഘടന നയിച്ചാലും ഒരുപക്ഷെ അവർ ജോലി ചെയ്ത വേതനത്തിന് വേണ്ടി, ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി, അവർക്ക് അർഹതപ്പെട്ട കൂലിക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. സർക്കാർ ഈ ഘട്ടത്തിലെങ്കിലും ഇത് കണ്ട് എന്ന് നടിക്കുമെന്ന് പ്രതീക്ഷയോടെ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. 6 ദിവസം പിന്നിടുമ്പോഴും ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ വീര്യം ചോരാതെ തന്നെ അവർ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ 44 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഈ 6 ദിവസത്തെ ഉപവാസ സമരം. ഈ ഉപവാസ സമരം നടക്കുമ്പോൾ, നിരാഹാര സമരം നടക്കുമ്പോഴും സർക്കാരോ ആരോഗ്യ വകുപ്പോ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ സർക്കാർ ഇവരെ എപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കൃഷ്ണരാജ്. സമരപ്പന്തലിൽ നിന്ന് ആശമാരുടെ പ്രതികരണമടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. ഏതായാലും അവരുടെ സമരം 44 ദിവസം, നിരാഹാര സമരം 6ാം നാൾ. എന്നിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആവലാതി അവർ പങ്കുവയ്ക്കുകയാണ്. അപ്പോഴും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ആവശ്യം ഞങ്ങളുടെ പ്രദേശത്ത് വന്നാൽ ഞങ്ങളവിടെ ഓടിയെത്തും എന്നാണ്. എറണാകുളം AR ക്യാമ്പിലെ മെസ്സിൽ ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതായി ആക്ഷേപം. ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ CV സജീവിനെതിരായ നടപടികളാണ് നീളുന്നത്. ഈ മാസം 10 നടന്ന സംഭവത്തിൽ AR ക്യാമ്പ് കമാൻഡൻറ്റിൻ്റെ റിപ്പോർട്ട് ലഭിക്കാൻ 2 മാസത്തിലകം സമയമെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, എന്തുകൊണ്ട് ഈ അന്വേഷണം ഇത്രനാൾ നീളുമെന്ന് കമ്മീഷണർ പറയുന്നു? എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? കൃഷ്ണരാജ്, ഈ മാസം 10-ാം തീയതി ആണ് ഈ ഒരു ആചാരവെടിക്ക് ഉപയോഗിക്കുന്ന വെടിയുണ്ട അത് ചട്ടിയിലിട്ട് ചൂടാക്കുക, അത് പിന്നീട് ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ച സംഭവം ഉണ്ടായത്. പക്ഷേ അതിൽ ആദ്യം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കമാൻഡന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു, അതായത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ലഭിക്കാനായിട്ട് 2 മാസത്തോളം സമയം എടുക്കുമെന്നാണ് നിലവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുട്ട വിമലാദിത്യ ജനം TVയോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ റിപ്പോർട്ട് ലഭിച്ചു എന്നുള്ളതടക്കമുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതായത് അബദ്ധം സംഭവിച്ചതാണ്, ഈ ആയുധപ്പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് അബദ്ധം സംഭവിച്ചതാണ്, അതാണ് ഈ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കാനായിട്ടുള്ള കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് ലഭിക്കുക. എന്തായാലും AR കമാൻഡന്റ് നൽകുന്ന റിപ്പോർട്ടിൻ്റെ കാലാവധി അല്ലെങ്കിൽ അത് ലഭിക്കാനായിട്ട് ഏകദേശം 2 മാസത്തോളം സമയം വേണ്ടിവരുമെന്നുള്ളതാണ് പുട്ട വിമലാദിത്യ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു വീഴ്ച ഈ ആയുധപ്പുരയുടെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ AR ക്യാമ്പും അതോടൊപ്പം തന്നെ മറ്റധികൃതരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു പരാതി. എന്തായാലും ഇതിൻ്റെ ചുമതല അന്നുണ്ടായിരുന്നത് ഈ ആയുധപ്പുരയുടെ ചുമതല, അതായത് ഇതടക്കമുള്ള ആംസ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നത്
റിസർവ് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള CV സജീവനായിരുന്നു. സജീവൻ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും റിപ്പോർട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു വരൂ എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇതിൽ സാധാരണ രീതിയിൽ ഈ ഒരു വെടിയുണ്ട പരിപാലിക്കേണ്ടത് വെയിലത്തിട്ട് എന്തെങ്കിലും ക്ലാവോ പൂപ്പലോ പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെയിലത്തിട്ട് ഉണക്കുകയാണ് പതിവ്. ആചാര വെടിക്ക് ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്യൂണിഷനാണ് പൊട്ടിത്തെറിച്ചത്. സാധാരണ വെയിലത്തിട്ട് ഉണക്കുന്ന ഈ ഒരു വെടിയുണ്ട അന്ന്, അതായത് മാർച്ച് 10-ാം തീയതി ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വെടിയുണ്ട അന്നേരം ആവശ്യമായിട്ട് വന്നത്. പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു എളുപ്പ ബുദ്ധി അല്ലെങ്കിൽ എളുപ്പം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചട്ടിയിലിട്ട് ഈ വെടിയുണ്ട ചൂടാക്കിയത്. വെടിമരുന്നിന് തീപിടിച്ചതോടെ വെടിയുണ്ട പൊട്ടിത്തെറിക്കുകയും ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു അശ്രദ്ധ ഉണ്ടായത്. അതും സാധാരണ ഉണക്കേണ്ട ഒരു സംഗതി അല്ലെങ്കിൽ ഒരു വസ്തു എടുത്ത് വെടിമരുന്ന് നിറച്ചിട്ടുള്ള അല്ലെങ്കിൽ വെടിമരുന്ന് ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ്, അത് പൊട്ടിത്തെറിക്കുമെന്നും ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയാത്തവരൊന്നും അല്ല. പക്ഷേ പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ അത് ചട്ടിയിലിട്ട് ചൂടാക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഒരു വീഴ്ച ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഒരു കൃത്യ കാലാവധിക്കുള്ളിൽ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഒരു സംരക്ഷിക്കുന്ന നിലപാട്, അതായത് ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാട് എയർ ക്യാമ്പ് അധികൃതർ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സമീപനമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമേ വിശദമായിട്ടൊരു അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള റിസർവ് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള CG സജീവനെതിരായിട്ടുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. നേരത്തെ തന്നെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത്, അതായത് ഈ ആയുധപ്പുരയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാരും തന്നെ ക്യാമ്പിലേക്ക് വരാറില്ല, അതോടൊപ്പം തന്നെ ആയുധങ്ങൾ പരിപാലിക്കാറുമില്ല. ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു അശ്രദ്ധയും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്. എറണാകുളം AR ക്യാമ്പിലെ മെസ്സിൽ ചട്ടിയിലിട്ട് ചൂടാക്കിയ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്നതായിട്ടാണ് ആക്ഷേപം. ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ CV സജീവനെതിരെ നടപടികൾ അങ്ങനെ നീളുകയാണ്. AR ക്യാമ്പ് കമാൻഡന്റിൻ്റെ റിപ്പോർട്ട് ലഭിക്കാൻ 2 മാസത്തിലേറെ സമയമെടുക്കുമെന്നാണ് കമ്മീഷണർ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുവരുന്നത് ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. നാട്ടിൽ പലയിടങ്ങളിലായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അങ്ങനെയൊക്കെ ലഹരിയുടെ ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിരവധി യുവാക്കളെയാണ് ലഹരിക്ക് അടിമകളായവരെ പോലീസ് പിടിക്കുന്നത്. അങ്ങനെ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഇവിടെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കരകയറാതെ സംസ്ഥാനം. ലഹരി മോചന കേന്ദ്രങ്ങളിൽ ദിനം പ്രതി ചികിത്സ തേടിയെത്തുന്നത് നിരവധി പേരാണ്. 2 മാസത്തിനിടെ മാത്രം 11,174 പേർ ചികിത്സ തേടി. അതേസമയം സംസ്ഥാനത്ത് ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ: ഒന്ന്, ലഹരി മോചന കേന്ദ്രങ്ങളിൽ ദിനം പ്രതി ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. മറ്റൊന്ന്, ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണം കൂടുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, സംസ്ഥാനം ഒരു ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ലഹരിയുടെ വിപണനത്തിനും അതോടൊപ്പം തന്നെ ഉപയോഗത്തിനുമെതിരെയായിട്ടൊരു ഉന്നതതല യോഗം ചേർന്നത്. വകുപ്പ് തല യോഗം, അതായത് വകുപ്പ് മന്ത്രിമാരെയും കൂടാതെ തന്നെ എക്സൈസ് കമ്മീഷണർ, സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരൊക്കെ ചേർത്തുകൊണ്ട് ഒരു യോഗം ചേരുകയും അത് ഏപ്രിൽ മാസത്തോടു കൂടി ഒരു സംസ്ഥാനതല വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടത്താൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ, ഈ ലഹരിയുടെ വ്യാപനവും അതോടൊപ്പം തന്നെ വിപണനത്തിലും മാധ്യമങ്ങളുടെ ഇടപെടൽ വരുന്നതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ ലഹരി മാഫിയയെ പിടിമുറുക്കുന്ന ലഹരി മാഫിയക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഒരുങ്ങുന്നത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച കണക്ക് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഏതായാലും 11,000 പേരാണ് ഈ ലഹരിയുടെ അടിമകളായിട്ട് ഒരുപക്ഷെ ലഹരിയുടെ പിടിമുറുക്കത്തിൽ നിന്ന് മാറാനായിട്ട് സ്വയമേ ചികിത്സ തേടിയെത്തിയത്. അതിനെ
ഇതിനേക്കാളും ഞെട്ടിക്കുന്ന കണക്ക് എന്ന് പറയുമ്പോൾ ഇന്നലെ വരുന്ന കണക്കനുസരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ 22 കേസുകളാണ് ഇത്തരത്തിൽ ലഹരിയിൽ നിന്നും വിമുക്തി നേടാനായി എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2023 സംസ്ഥാന സർക്കാർ സ്കൂളുകളെയും അതോടൊപ്പം തന്നെ ക്യാമ്പസുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപമാണ്. അന്ന് ഈ പുളിമൂട് ജംഗ്ഷൻ മുതൽ അതോടൊപ്പം തന്നെ വെള്ളയമ്പലം വരെയുള്ള റോഡ് അടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള റോഡ് പന്തലൊക്കെ ഒരുക്കി വലിയ രീതിയിലായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി സംഘടിപ്പിച്ചതിന് ശേഷം സംസ്ഥാനത്ത് ഈ ലഹരി മാഫിയയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം എക്സൈസിൽ മതിയായ ഉദ്യോഗസ്ഥരില്ല, എക്സൈസിന് മതിയായ വാഹനങ്ങളില്ല, മതിയായ സംവിധാനങ്ങളില്ല. പോലീസ് സേന എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മതിയായ ഉദ്യോഗസ്ഥരോ മതിയായ വാഹനങ്ങളോ ഈ അന്വേഷണങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളോ ഒരുക്കുന്നില്ല. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ അല്ലെങ്കിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ലഹരിയെ മാഫിയെ തടയുന്നതിനും അതിൻ്റെ വിപണനം തടയുന്നതിനും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ വ്യാപനത്തെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നൽകുന്നതുമെന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 1.5 കോടി രൂപയാണ് സ്കൂളുകളിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോധവൽക്കരണ പരിപാടികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1.5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തുന്നത് ബജറ്റ്. പക്ഷേ അത് ഈ സാമ്പത്തിക വർഷം, അതായത് ആ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും ഏതാണ്ട് 70% തുക വെട്ടിക്കുറച്ചു. സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് 70% തുക സർക്കാർ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ മാത്രമേ ഈ വ്യാപനത്തെയും വിപണനത്തെയും ഒക്കെ തടയാൻ സാധിക്കുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ ഒരുപക്ഷെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, നേരത്തെ കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലെ വിമുക്തി പോലുള്ള കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എക്സൈസ് സംവിധാനങ്ങളിലൊക്കെ വരുന്ന കോളുകളുടെ എണ്ണം കൂടുതലാണ്. അതിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ. അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും ലഹരിക്കെതിരെയുള്ള വാർത്തകളും കൊടുക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ള ഇത്തരത്തിലുള്ള കേസുകൾ ഈ ആളുകൾ തന്നെ സ്വമേധയാ റിപ്പോർട്ട് ചെയ്യുകയും ഈ അറിയുന്ന കേസുകൾ പോലീസിനെയും എക്സൈസിനെയൊക്കെ അറിയിക്കുന്നത് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഊർജിതമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ 2023-22 ലഹരിക്കെതിരെ തുടങ്ങിയ ഇത്തരം ക്യാമ്പയിൻ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഒരു പരിധിവരെയെങ്കിലും ഈ ലഹരി കേസുകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ വിപണനവും ഈ കേസുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിലാണ് സമീപകാലത്ത് വന്നതിൽ ഏറ്റവും വലിയൊരു കേസ് റിപ്പോർട്ട് ചെയ്തത്. 1 കിലോയോളം ഉള്ള MDMA പിടിച്ചെടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ എമൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ക്വാണ്ടിറ്റി ആയിട്ടുള്ള മയക്കുമരുന്നുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്നു. പക്ഷേ പിടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ലഹരികൾ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്, ആരാണ് ഇതിൻ്റെ കണ്ണികളെന്ന് കണ്ടെത്താൻ സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് വിഭാഗങ്ങൾക്കോ എക്സൈസിനോ സാധിക്കുന്നില്ല. അത് അവരുടെ ഒരു വീഴ്ച തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. ഈ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാരോ എക്സൈസോ ഒക്കെ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്കൊരു ഏപ്രിൽ മാസം വരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. യുവാക്കളിലായാലും കുട്ടികളിലായാലും അവരുടെ മാനസിക വികാസത്തെയും പറഞ്ഞു വരുന്നതിന് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒന്ന് ടിൻഡുവിൻ്റെ തന്നെ വാർത്തയിലുണ്ട്. അതാണ് ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത അത് തെളിയിക്കുന്നതാണ്. ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതായത് നമ്മുടെ സംവിധാനത്തിലെ പഴുതുകൾ, പിഴവുകൾ, മുതലെടുക്കുന്നവരുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നതാണ് ആ വരി, അല്ലേ?
തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണവും അത് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ തന്നെ നിരവധി തവണ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. യുവാവിനെ അല്ലെങ്കിൽ യുവതിയെ ഇത്തരത്തിൽ പിടികൂടുന്ന സമയത്ത് മുൻപേ ഇത്തരത്തിൽ അവരെ പിടികൂടിയിട്ടുള്ളവരാണ് ലഹരിയുമായിട്ട്. അപ്പോൾ ഇവരെ ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗുകളായിട്ടോ ഒക്കെ പിടികൂടിയതിനു ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അവർക്ക് ശിക്ഷ വിധിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 3 മാസമായിരിക്കും. ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഈ തൊഴിലിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇതൊരു വാർത്തയ്ക്കപ്പുറം ഒരു പക്ഷേ ഒരു ജനങ്ങളിലേക്ക് ഈ വിഷയം നമ്മൾ പറയുന്ന, ഇപ്പോൾ ഞാനോ കൃഷ്ണരാജോ പറയുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ, യുവാക്കളുടെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും തങ്ങി നിന്നുകൊണ്ട് അവർക്ക് ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകാതിരിക്കാൻ സാധിക്കുക. അതാണ് ഒരു പക്ഷേ ആരെ സംബന്ധിച്ചിടത്തോളം വിജയമെന്ന് പറയുന്നത്. സമീപകാലങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പരന്നു നടന്നൊരു വീഡിയോ ആണ്. കൊച്ചിയിൽ ഒരു യുവാവിനെ ലഹരി കേസിൽ 4ാമത് തവണയും യുവാവിനെ ലഹരി കേസിൽ പോലീസ് പിടിക്കുന്നു. അതിനുശേഷം ഈ യുവാവിനെ റിമാൻഡ് ചെയ്ത് യുവാവ് ആ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഓൺലൈൻ മാധ്യമങ്ങളാണ് തോന്നുന്നു ചോദിക്കുന്നു, ഇനി എന്താണ് ഒരു പക്ഷേ ഇപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെട്ടു, ഇനി എന്താണ് പരിപാടി, ഇനിയും ഇതൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുക എന്നാണ് ആ യുവാവ് ഞെട്ടിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ അവർ ഇതൊക്കെ തന്നെ പറയാം, അതായത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ലഹരി കേസുകളിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ഇനിയും ഇതൊക്കെ ചെയ്ത് തന്നെ ജീവിക്കാം. അത് അങ്ങനത്തെ ഒരു തീരുമാനങ്ങളിലേക്ക് യുവാക്കൾ പോവുകയാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഒരു പക്ഷേ ഈ പോലീസ് സംവിധാനങ്ങളിലും എക്സൈസ് സംവിധാനങ്ങളിലും ഇത്തരത്തിൽ ലഹരിയൊക്കെ പിടിച്ചു കഴിയുന്ന സമയത്ത് അവരെ ഇനി അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു അവർക്ക് ബോധവൽക്കരണം നൽകുന്ന സംവിധാനങ്ങൾ ഈ പറയുന്ന ഈ പോലീസ് സ്റ്റേഷനുകളിലും അതോടൊപ്പം തന്നെ എക്സൈസ് സംവിധാനങ്ങളിലൊക്കെ വേണം. അവരെ ഈ കേസുകളിൽ പിടിച്ചതിന് ശേഷം ശിക്ഷ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം നൽകാനുള്ള സംവിധാനങ്ങൾ, ബദൽ സംവിധാനങ്ങൾ, അത് ജയിലിൽ കഴിഞ്ഞിട്ടായാലും ഒരുപക്ഷെ ഈ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടായാലും ഉള്ള അവർക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കായുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നാണ് സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ അവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഘട്ടങ്ങളിലേക്ക് പോകാതെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, പക്ഷേ അതിലേക്ക് അകപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് സർക്കാർ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ 2 തവണയായിട്ട് സർക്കാർ മാറി വന്നിട്ടുണ്ട്, എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർ വീണ്ടും ആ കേസുകൾ തന്നെ ആവർത്തിക്കപ്പെടുകയും അവർ വീണ്ടും തെറ്റിലേക്ക് തന്നെ പോവുകയും ചെയ്തപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ചിട്ടയോടുകൂടി ക്രമമായ രീതിയിൽ ചിട്ടാ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മാധ്യമ വാർത്തകൾ മാത്രം വരുമ്പോഴുള്ള ഇടപെടലുകൾ മാത്രമാണ് ഒരുപക്ഷെ ഈ ലഹരി കേസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് വരേണ്ടത്. പിടുത്തത്തിലാണ് കേരളം. ഈ ലഹരി മോചന കേന്ദ്രങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം കൂടുന്നു, ഒപ്പം ഒന്നിലധികം തവണ ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ എണ്ണവും കൂടുന്നു. ആശങ്കപ്പെടുത്തുന്ന വാർത്ത. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. ഇനി കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ ലഹരി മാഫിയയുടെ വിളയാട്ടം തുടർക്കഥയാണ്. പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമാകുമ്പോഴും ലഹരി സംഘങ്ങൾ ഭീഷണിയും ആക്രമണവും തുടരുകയാണ്. ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിൽ അറിയിച്ചതിന് വൈപ്പിനിൽ 66-കാരനെയും മക്കളെയും വീട് കയറി ആക്രമിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഇതിപ്പോൾ വിവരങ്ങൾ നൽകാമെന്നേ ഉള്ളൂ. ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് ആ പ്രദേശത്തെ നാട്ടുകാർക്ക് ഏറെക്കുറെ ഒരു ധാരണയുണ്ടാകും. അവർ എന്തുകൊണ്ട് ഇത് പോലീസിനെ അറിയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അഥവാ ഈ ലഹരി ഉപയോഗിക്കുന്നവരെങ്ങാനും ഇതറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാൻ തന്നെ ആകാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ വൈപ്പിനിൽ നമ്മൾ കണ്ടല്ലോ, ഒരു വൃദ്ധനെയും മക്കളെയും വീട് കയറി അടിക്കുകയാണ്. അപ്പോൾ ലഹരി മാഫിയയ്ക്ക് വളരാൻ അവർ തന്നെ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. എന്ത് വന്നാലും ഭയമില്ലാത്തൊരവസ്ഥയിലാണ് ലഹരി സംഘങ്ങൾ. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാവുകയും ചെയ്യുന്നു. കൊച്ചി പുതിയ കൊച്ചിയായോ? കൃഷ്ണരാജ്, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും കോമ്പിംഗ് ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധനകൾ ശക്തമാകുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ലഹരി സംഘങ്ങൾ ആ വിവരങ്ങൾ കൈമാറിയ ആളുകളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം. ഇതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സംഘത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരാജയമായിട്ട് എടുത്തു കാണിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം
മാസമാണ് കൊച്ചി വൈപ്പിനിൽ ഒരു 66 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്ന പേരായിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളെയും ഈ ലഹരി സംഘം വീട് കയറി ആക്രമിച്ചത്. തങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതിയിൽ തന്നെയാണ് ആ കുടുംബം കഴിയുന്നത്. അതിന്റെ ഒരു ആക്രമണത്തിന്റെ കാരണമെന്ന് പറയുന്നത് ലഹരി ഇടപാടും അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതും അത് ചോദ്യം ചെയ്തുകൊണ്ട് അക്കാര്യം പോലീസിൽ അറിയിച്ചു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണനെതിരെയും മക്കൾക്കെതിരെയും ആക്രമണം നടത്താനായിട്ട് ലഹരി സംഘങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ സാധാരണ രീതിയിൽ കൊച്ചിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ അതോടൊപ്പം തന്നെ ആ കേസുകളിൽ പിടികൂടപ്പെടുന്നവരുടെയും എണ്ണം കൂടുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും കോമ്പിംഗ് ഓപ്പറേഷൻ, പ്രത്യേകിച്ച് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഈ കൂടുതലായിട്ട് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇടങ്ങൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പൊതുയിടത്തിൽ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതോ വിൽപ്പന നടത്തുന്നതോ ഇക്കാര്യം പൊതുജനങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു സംരക്ഷണം ഒരുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നില്ല. ഈ മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഈ വിവരം ലഹരി സംഘങ്ങൾ അറിഞ്ഞുകൊണ്ട് വിവരം കൈമാറിയ ആളുകളെ ആക്രമിക്കാനായിട്ട് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി മുളവുകാടും സമാനമായിട്ടുള്ള ഒരു ആക്രമണ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് നേരെയാണ് ലഹരി സംഘം ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആ വീട്ടമ്മയുടെ വീടിന് മുന്നിൽ ലഹരി ഉപയോഗിക്കുകയായിരുന്നു യുവാക്കൾ. ഇക്കാര്യം അവർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ സംഘം എത്തി ഈ വീട്ടമ്മയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സാധാരണ രീതിയിലുള്ള പോലീസിന്റെ കേസ് നടപടികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ പിന്നീട് കാര്യക്ഷമമായിട്ട് തുടർന്ന് പ്രവർത്തിക്കും. പക്ഷേ ഈ ഗുണ്ടകൾക്ക് അവർ പിന്നീട് പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന ആ രീതിക്ക് ഒരു അവസാനം ഉണ്ടാകുന്നില്ല. പോലീസ് സംവിധാനങ്ങളോട് ഈ പറഞ്ഞ ലഹരി സംഘങ്ങൾക്ക് ഒരു പേടി ഇല്ലാതാകുന്ന, നിയമ സംവിധാനങ്ങളോട് ഒരു പേടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കൊച്ചിയിലെ പല കെട്ടിടങ്ങളും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട് പിടിച്ച് കിടക്കുന്ന കെട്ടിടങ്ങളുടെയും ഒഴിഞ്ഞ പറമ്പുകളും ഒക്കെ തന്നെ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയാണ് യുവാക്കൾ ഈ ലഹരി ഉപയോഗം നടത്തുന്നത്, അതോടൊപ്പം തന്നെ ഇടപാടുകൾ നടത്തുന്നത്. എന്തിന് ഈ പൊതുയിടത്തിൽ പോലും ലഹരി ഇടപാടുകൾ, റോഡിൽ പോകുന്ന വഴിയിൽ കൂടി ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം ലഹരി കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും പിടിക്കപ്പെടുന്നത് ആ പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ്. അത്തരത്തിൽ ഈ ലഹരി ഇടപാടുകൾ നടക്കുന്ന സമയത്ത് അക്കാര്യം പൊതുജനങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നില്ല പോലീസിന്. അതോടൊപ്പം തന്നെ അവർ ആക്രമണത്തിന് ഇരയാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പരിശോധനകൾ കൊച്ചിയിൽ ശക്തമാകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ അവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യത്തിൽ പോലീസിന്റെ സംവിധാനങ്ങളൊന്നും തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. കൃഷ്ണരാജ്, ലഹരി അതിൻ്റെ അടിത്തട്ടിൽ പോയി നശിപ്പിച്ച് തുടങ്ങണമെങ്കിൽ നമ്മുടെ സംവിധാനം അപ്പാടെ മാറണം. പോലീസിന് രഹസ്യ സ്വഭാവം വേണം. ആരെങ്കിലും ലഹരി മാഫിയയെക്കുറിച്ച് പരാതി നൽകിയാൽ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയാൽ അത് ഒളിപ്പിച്ചു വെക്കാനുള്ള മര്യാദയെങ്കിലും അവർ കാണിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത. വൈപ്പിനിൽ ഒരു വൃദ്ധയെയും മക്കളെയുമൊക്കെ വീട് കയറി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. അതുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം. അതൊരു കൃത്യമായ പദ്ധതിയോടെ നീങ്ങുകയും വേണം. ഈ ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇത് നന്നാവില്ല എന്നുറപ്പുമാണ്. അല്ലെങ്കിൽ ആ ബോധവൽക്കരണ പദ്ധതികളിൽ തന്നെ ഇത് നിൽക്കുന്നു എന്നതാണ് പ്രശ്നം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ എഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, കോഴിക്കോട്ടാണ്. അനഘ, പറയൂ. കൃഷ്ണരാജ്, ഈ ഹമാസ് തീവ്രവാദികൾക്ക് കൃത്യമായൊരു പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ സ്ത്രീകളോട് പോലും അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളോട് പോലും അതിക്രൂരമായി പെരുമാറുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെയാണ് ഇന്നലെ ഇവർ ഈ സ്വാതന്ത്ര്യ പോരാളികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ഈ സോളിഡാരിറ്റി ഓഫ് കേരള എന്ന് പറയുന്ന അവരുടെ
ബാനറിൽ വിവിധ മുസ്ലിം സംഘടനകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടാണ് ഇന്നലെ ആ പ്രാർത്ഥനാ സംഗമം നടന്നത്. ആ പ്രാർത്ഥനാ സംഗമത്തിൽ എത്തിയവരെ നിരവധി ആളുകൾ, വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി ആളുകൾ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഈ ഹമാസ് തീവ്രവാദികൾ, എങ്ങനെയാണ് നിങ്ങൾ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുക? അവർ കൃത്യമായി തന്നെ സ്വാതന്ത്ര്യ പോരാളികളാണ്. മാത്രമല്ല, ഈ ഇന്ത്യയിലും സ്വാതന്ത്ര്യം സമരം നടന്നിട്ടില്ലേ, ഇവിടെയും സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടില്ലേ, അതിനെയും നിങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ പ്രസംഗിച്ച ഓരോ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഈ പോരാട്ടത്തിൽ മരിക്കുന്നവർ കൃത്യമായി തന്നെ, അതായത് മരിക്കുന്ന ഓരോ ഹമാസ് തീവ്രവാദിയും അവർ വീര പോരാളികളാണ്, അവർ രക്തസാക്ഷികളാണ് എന്ന് പോലുമുള്ള പ്രസംഗങ്ങളാണ് ഇന്നലെ ആ കോഴിക്കോട് നടന്ന ബീച്ചിൽ നടന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പറഞ്ഞിരുന്നത്. മറ്റൊന്ന്, ഈ ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ട യഹ്യ തൽവാർ തുടങ്ങിയ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥന പോലും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ വിവിധ മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ച ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊന്ന്. മാത്രമല്ല, ഈ പരിപാടിയിൽ ഉടനീളം ഈ ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശാനുള്ള, അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കൃഷ്ണരാജ് ഇന്നലെ ആ വേദിയിൽ നടന്നിരുന്നത്. അനഘ, ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുത്തത്? അത് പ്രധാനമാണല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, റിജിൽ മാങ്കൂട്ടത്തിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, ഇവർക്കൊക്കെ തന്നെ കൃത്യമായി ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങളടക്കം അവിടെ എത്തിയത് കൊണ്ടും ആയിരിക്കാം ഇവരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല. അവസാന നിമിഷം വരെ ഇവരാരും തന്നെ എത്തിയിരുന്നില്ല. പക്ഷെ ഇവരൊക്കെ കൃത്യമായി ക്ഷണിച്ചിരുന്നു, ഇവരൊക്കെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പ്രസംഗത്തിലുടനീളം അവർ പറഞ്ഞിരുന്നത്. കൃഷ്ണരാജ്, യെസ്, ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തുകയാണ് വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിലായിരുന്നു പരിപാടി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷി സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. പ്രത്യേക പ്രാർത്ഥനയാണ് കൊല്ലപ്പെട്ട ഭീകരർക്കായി നടത്തുന്നത് എന്ന് ഓർമ്മ വേണം. ഇത് കോഴിക്കോട്ടാണ്. ഏതായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ പോകേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. യുക്രൈൻ വെടിനിർത്തൽ ധാരണയിൽ US റഷ്യ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് യുക്രൈനുമായി ചർച്ച നടത്തും. സൗദി അറേബ്യയിലെ റിയാദിലാണ് ചർച്ച. ഇന്നലെ നടന്ന US റഷ്യ ചർച്ച 12 മണിക്കൂർ നീണ്ടുനിന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, ഈ റഷ്യ അമേരിക്ക ചർച്ച അത് 12 മണിക്കൂർ നീളുകയാണ്. അതിനർത്ഥം കാര്യമായത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ റഷ്യക്ക് കൃത്യമായ ആവശ്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതാണല്ലോ ഇത്രയേറെ ചർച്ച നീണ്ടത്. ഇന്നിപ്പോൾ യുക്രൈനുമായി ആശാവഹമാണോ കാര്യങ്ങൾ? തീർച്ചയായും ആശാവഹമാണ് കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഒരു ചർച്ച സുദീർഘമായി നീളുന്നു എന്നുള്ളത് തന്നെ അതിന്റെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിനെ ഒരു വഴി തുറന്നിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ഇന്നലെ സുദീർഘമായി നടന്ന ഈ ചർച്ചകളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടായത് നമുക്കറിയാവുന്നതാണ്. യുക്രൈന്റെ നിരവധി പോർട്ടുകൾ, തുറമുഖങ്ങളുണ്ട് കരിങ്കടലിൽ, അല്ലെങ്കിൽ ബ്ലാക്ക് സീ എന്ന് പറയുന്ന കടലിലുണ്ട്. അതുപോലെ തന്നെ യുക്രൈനും റഷ്യയും ഒരേ സമയം ഈ തീരപ്രദേശം അതിരിടുന്ന ഈ കടൽ കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആ കടലിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നതിന് ഇന്നലെ റഷ്യ അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുക്രൈന്റെ സുപ്രധാനമായ 3 തുറമുഖങ്ങളുള്ള ഈ പ്രദേശത്ത് നിന്ന് കൃത്യമായി യുക്രൈന്റെ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, നിരവധിയായ വൻതോതിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് യുക്രൈൻ. അതുകൊണ്ട് തന്നെ അവയുടെ കയറ്റുമതിയിലാണ് ഏറ്റവും വലിയ വരുമാനം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് സീയിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക എന്നത് യുക്രൈന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. ആ ഘടകത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായി ഈ കരിങ്കടലിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ കപ്പലുകൾക്ക്, വാണിജ്യ കപ്പലുകൾക്ക് ഒരുക്കാനുള്ള ധാരണ റഷ്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ യുക്രൈന്റെ ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉണ്ടാകുന്നു. റഷ്യ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ മേഖലയിൽ ബ്ലാക്ക് സീയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ്, തീരുമാനങ്ങൾക്ക് അനുകൂല നിലപാടുകളിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചർച്ചയിലെ ഘടകമായി കണക്കാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ, അതായത്
ഇലക്ട്രിസിറ്റി അതുപോലുള്ള സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തില്ല എന്ന് നേരത്തെ റഷ്യ യുക്രൈന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും അതിന് അഡീഷണലായി ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ ഈ കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച്, കപ്പൽ ഗതാഗതം സംബന്ധിച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു വരുന്നു എന്നൊരു സൂചന ലഭ്യമാകുന്നുണ്ട്. അതേസമയം യുഎസുമായി നടക്കുന്ന ചർച്ചകൾ, യുക്രൈൻ യുഎസുമായി വൻതോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഏറ്റവും സുപ്രധാനമായി കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ്, യുക്രൈന്റെ ധാതുക്കൾ, യുക്രൈന്റെ അപൂർവ ധാതുക്കൾ അമേരിക്കയുമായി ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. ആ ചർച്ചകളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ യുക്രൈനെ അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉയർത്തുന്നു എന്ന പശ്ചാത്തലവും കൂടി വരുന്നുണ്ട്. വീണ്ടും യുക്രൈനും അതുപോലെ തന്നെ യുഎസ് അധികാരികളുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. സൗദി അറേബ്യയിൽ ഈ ചർച്ചകൾ ഇന്നലെ നടന്നത് 12 മണിക്കൂർ ചർച്ചയാണെങ്കിൽ ഇന്ന് വീണ്ടും ചർച്ചകൾ തുടരുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകൾ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ക്രെംലിൻ നിന്നും, അതായത് റഷ്യയുടെ ഭരണ കേന്ദ്രത്തിൽ നിന്നെല്ലാം തന്നെ റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷാവഹമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ആദ്യഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഊർജ്ജ ഉത്പാദന കേന്ദ്രങ്ങളെയും അനുബന്ധമായ പശ്ചാത്തല സൗകര്യ ഘടകങ്ങളെയും തകർക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് റഷ്യ വാഗ്ദാനം നൽകുന്നു. തുടർന്ന് ഈ കരിങ്കടലിലെ അല്ലെങ്കിൽ ബ്ലാക്ക് സീ എന്ന് പറയുന്ന കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്, വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുകൂല തീരുമാനം രണ്ട് കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ യുദ്ധം കൊണ്ടുണ്ടായ ആഘാതത്തെ ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷാവഹമായ സൂചന തന്നെയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു ഘടകങ്ങളും. ഇന്ന് ഒരു 1-2 മണിക്കൂറുകൾക്കകം ഒരു സംയുക്ത പ്രസ്താവന വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അധികാരികളാരും. അതുകൊണ്ട് തന്നെ ഒരു സംയുക്ത പ്രസ്താവന യുക്രൈന്റെയും റഷ്യയുടെയും ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ യുഎസിന്റെ മധ്യസ്ഥത്തിൽ ഉണ്ടാവുക കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധം ആശ്വാസത്തിൽ, യുദ്ധം ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന തന്നെയായി നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകളിലേക്ക് പല വഴികൾ തുറക്കുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വരുന്ന സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യത്തിൽ കുറെ കൂടി ആധികാരികമായൊരു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ഇന്നലെ റഷ്യയുമായി യുഎസ് ചർച്ച നടത്തി, ഇന്ന് യുക്രൈനുമായി ചർച്ച. സൗദി അറേബ്യയിലാണ് ചർച്ച നടക്കുന്നത്. വെടിനിർത്തൽ ധാരണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഒരു ശുഭപര്യവസാനം പ്രതീക്ഷിച്ചിരിപ്പാണ് മുഴുവൻ പേരും ലോകവും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. നാഗ്പൂർ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഫാഹിം ഖാൻ്റെ വീട് ഇടിച്ചു നിരത്തി. ഇരുനില വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. കലാപകാരികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രി ഫട്നാവിസിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം ഫട്നാവിസ് പറഞ്ഞിരുന്നു കടുത്ത നടപടി ഉണ്ടാകും. പറഞ്ഞത് പാലിക്കുന്നോ മുഖ്യമന്ത്രി? കൃഷ്ണരാജ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കലാപകാരികൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്കൊരു മുന്നറിയിപ്പ് നൽകി. ഫട്നാവിസ് പറഞ്ഞത് ഇതായിരുന്നു, അതായത് ഈ കലാപത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ തുക ഈ കലാപം നടത്തിയവർ തന്നെ നൽകണം, അല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങുമെന്ന് വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത്. എന്നാൽ ഈ തുക അടയ്ക്കുവാൻ, അതായത് ഇവർ തന്നെ നശിപ്പിച്ച സാധന സാമഗ്രികളുടെ നാശനഷ്ടത്തിൻ്റെ തുക അടയ്ക്കുവാൻ ഈ കലാപകാരികൾ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് മഹാരാഷ്ട്രയിലെ BJP സർക്കാർ നീങ്ങിയത്. എന്തായാലും ഈ ഫാഹിം ഖാൻ എന്ന ഇയാളാണ് നാഗ്പൂർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ. ഇയാൾ മഹാരാഷ്ട്രയിലെ തന്നെ ഒരു മൈനോറിറ്റി പാർട്ടിയായിട്ടുള്ള മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ്. ഇയാളെ നേരത്തെ തന്നെ മാർച്ച് 19-ാം തീയതി തന്നെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിപ്പോൾ ജയിലിലാണ്. എന്തായാലും ഇയാളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സർക്കാർ. ഇരുനില വീടാണ് ഇയാൾ വെച്ചിരുന്നത്. അതും അനധികൃതമായിട്ടാണ് ഇയാൾ വീട് ഉൾപ്പെടെ നിർമ്മിച്ചത്. മാത്രമല്ല ഇയാൾക്ക് ഈ പാർട്ടിയുടെ പേരിൽ, മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിൽ ഗുണ്ടായിസവും അതോടൊപ്പം തന്നെ പിരിവും അത്തരം പരിപാടികൾ നടത്തുകയും ഒപ്പം ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു. ആ തുകയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഇരുനില വീടാണ് എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ബുൾഡോസർ കയറ്റി ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കലാപകാരികളുടെ വീടുകളും സ്വത്തുക്കളും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന ശൈലി
അതാദ്യം രൂപപ്പെടുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് മോഡലാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളും പരീക്ഷിക്കുന്നത്. യു പിയിലെ ഗുണ്ടാരാജിനെ അടിച്ചമർത്താനും കലാപകാരികളെ അടിച്ചമർത്താനും യോഗി ആദിത്യനാഥ് ഈ കലാപകാരികളും ഗുണ്ടകളും അനധികൃതമായി നിർമ്മിച്ച വീടുകളും അവരുടെ സ്വത്തുക്കളും ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തിയത് വലിയ കയ്യടി നേടിയ ഒരു സംഭവമായിരുന്നു. ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജ് പൂർണ്ണമായി ഇല്ലാണ്ടായതും ഇത്തരം ശൈലികളിലൂടെയാണ്. പിന്നീട് അത് മധ്യപ്രദേശും അതോടൊപ്പം തന്നെ അസാമും ഒക്കെ പോലെയുള്ള BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും പിന്നെ ഇതേ ശൈലി തുടർന്നു. എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ അതേ പാതയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസും പിന്തുടരുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. നാഗ്പൂരിൽ കലാപം നടത്തിയ കലാപകാരികളുടെ ആസൂത്രകനായിട്ടുള്ള ഇയാളുടെ വീട് തന്നെ ഇപ്പോൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സർക്കാർ. നാഗ്പൂർ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഫാഹിം ഖാൻ്റെ വീട് ഇടിച്ചു നിരത്തി, ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. അത് കലാപകാരികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. പുത്തൻപുലരി 1 മണിക്കൂർ പിന്നിടുന്നു. ഇനി കഴിഞ്ഞ 1 മണിക്കൂറിൽ നിരവധി വാർത്തകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് പ്രധാന വാർത്ത. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു ഭാരതം. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പാക് പരാമർശങ്ങൾ അപലപനീയം. അധിനിവേശ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ഉടൻ ഒഴിയണമെന്നും താക്കീത്. കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം. പങ്കെടുത്ത് ലീഗ് അടക്കം വിവിധ മുസ്ലിം സംഘടനകൾ. കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ യഹിയ സിൻവാറിനായി പ്രത്യേക പ്രാർത്ഥന. തൃശൂർ പൂരം കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. നടപടി ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. കച്ചമുറുക്കി പുതിയ പടത്തലവൻ. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ BJP. സാമൂഹിക സാംസ്കാരിക നായകന്മാരെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ. ആവേശഭരിതരായി പ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ കൊടും ചൂട്. ആശാസമരം 44-ാം ദിവസം. നിരാഹാരം 6-ാം നാൾ. കണ്ണിൽ ചോരയില്ലാതെ സർക്കാർ. കൊച്ചിയിൽ ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടം. വൈപ്പിനിലെ വിൽപ്പന പോലീസിനെ അറിയിച്ച അച്ഛനും മകൾക്കും നേരെ ആക്രമണം. തിരുവനന്തപുരത്ത് ഉപയോഗം വിലക്കിയ അമ്മയ്ക്ക് മർദ്ദനം. വേനൽ മഴ തുടരും. ഈ ആഴ്ച പരക്കെ മഴയ്ക്ക് സാധ്യത. മലയോര പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ഏഷ്യ കപ്പ് ഫുട്ബോളിൽ യോഗ്യത നേടാൻ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മത്സരം ഷില്ലോങ്ങിൽ വൈകിട്ട് 7-ന്. IPL-ൽ ഡൽഹിക്ക് ഉജ്ജ്വല വിജയം. ലഖ്നൌവിനെ തോൽപ്പിച്ചത് ഒറ്റ വിക്കറ്റിന്. കൈവിട്ട കളി തിരിച്ചു പിടിച്ച് അശുതോഷ് ശർമ്മയുടെ തകർപ്പനടി. ഇന്ന് ഗുജറാത്ത് പഞ്ചാബിനെ നേരിടും. കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ റിപ്പോർട്ട് തേടി കോടതി. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കേന്ദ്രത്തോട് അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാഹുൽ ബ്രിട്ടീഷ് പൗരനെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള 2 ഹർജികളിലാണ് കോടതിയുടെ നടപടി. ഗൗതം ഒപ്പം ചേരുന്നു. ഗൗതം പറയും. കൃഷ്ണരാജ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ഒരു കേസാണ് ഇത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന 2 ഹർജികളാണ് നിലവിലുള്ളത്. കാരണം രാഹുൽ ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് ഈ 2 ഹർജികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരു ഹർജി കർണാടകയിലെ ഒരു പൊതുപ്രവർത്തകൻ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം UK-യിലെ ചില കോൺഫിഡൻഷ്യലായ ഡോക്യുമെൻറ്റുകൾ കണ്ടിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റേത്. അതിനകത്തെല്ലാം
രാഹുലിന്റെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പും മറ്റുമില്ലാതെ, അനുമതിയില്ലാതെ അത്തരം ഡോക്യുമെന്റുകൾ ബ്രിട്ടീഷ് സർക്കാർ പുറത്ത് കാണിക്കില്ല, പ്രസിദ്ധീകരിക്കുകയില്ല. അതാണ് ബ്രിട്ടനിലെ നിയമം എന്നത്. അതിനാലാണിത് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം. അത് വിദേശത്തേക്ക് നീളുന്ന രീതിയിലുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ് ഈ ഹർജിക്കാരന്റെ ആവശ്യം. അതിനാൽ CBI അന്വേഷണമാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. നേരത്തെ 2 തവണ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചു, പക്ഷേ അതിൽ കാര്യമായ മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല. അതിനാൽ CBIയെ കൊണ്ട് ഈ ബ്രിട്ടീഷ് പൗരത്വം രാഹുൽ ഗാന്ധിയുടേത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJP നേതാവായ സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മറ്റൊരു കേസിൽ പറയുന്നതും സമാനമായ വിഷയമാണ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് തനിക്ക് കൃത്യമായ തെളിവുകൾ പലതവണ ലഭിച്ചിരുന്നു. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും കൃത്യമായ അന്വേഷണം നടത്തി നടപടികളിലേക്ക് കടക്കണമെന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്ന ഘട്ടത്തിൽ 4 ആഴ്ചത്തെ സമയം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ 8 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ മറുപടി നൽകണം എന്നതാണ് കേന്ദ്ര സർക്കാരിനോട് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാസം ഏപ്രിൽ മാസം 21-ാം തീയതി ഈ 2 ഹർജികളും വീണ്ടും അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതമാനന്ദ നാരായണൻ. ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പാർവതനേനി ഹരീഷ്. ജമ്മുകശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങളിൽ അപലപിച്ച അദ്ദേഹം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി ജമ്മു കാശ്മീർ എക്കാലവും ഉണ്ടാകുമെന്ന് കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ പ്രദേശം വിട്ടുപോകണമെന്നും ഹരീഷ് താക്കീത് നൽകി. ആഗോള വേദികളിൽ ഭാരതത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. President, India is compelled to note that the delegate of Pakistan has yet again resorted to unwarranted remarks on the Indian Union territory of Jammu and Kashmir. Such repeated references neither validate their illegal claims nor justify their state-sponsored cross-border terrorism. Jammu and Kashmir was, is, and will always be an integral part of India. Pakistan continues to illegally occupy the territory of Jammu and Kashmir, which it must vacate. We would advise Pakistan not to try to divert the attention of this forum. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. വിജിലൻസ് ഡയറക്ടർ ഇത് സംബന്ധിച്ച് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് കൈമാറി. കവടിയാറിലെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങി മറിച്ചു വിൽക്കൽ, മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരം മുറി എന്നിവയിൽ അഴിമതി നടന്നിട്ടില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അതേസമയം തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തിൽ മന്ത്രി K രാജൻ്റെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസൊപ്പം ചേരുന്നു. ടിൻഡു, ആദ്യം ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെക്കുറിച്ച്. കൃഷ്ണരാജ്, MLA PV അൻവർ നൽകിയ വിജിലൻസ് നൽകിയ പരാതി, ആ പരാതിയിന്മേൽ നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആരോപണ വിമുക്തനാക്കിക്കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടർ ലോകേഷ് ഗുപ്ത ആദ്യം അയച്ച റിപ്പോർട്ട് പൂർണ്ണമല്ല, അവ്യക്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇദ്ദേഹം ഈ റിപ്പോർട്ട് തിരികെ അയച്ചിരുന്നു. വീണ്ടും രണ്ടാമത് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ADGP MR അജിത് കുമാർ കുറ്റവിമുക്തനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരോപണ വിമുക്തനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ADGP MR അജിത് കുമാർ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ സമീപകാലത്തായിട്ട് ADGP ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചു വിറ്റിരുന്നു. കൂടാതെ മലപ്പുറം SP ഓഫീസിലെ മരം മുറിച്ച് കടത്തുന്നതിന് വേണ്ടിയിട്ട് ADGP MR അജിത് കുമാറിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു PV അൻവർ MR അജിത് കുമാറിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിന്മേൽ നടന്ന അന്വേഷണങ്ങളൊക്കെ ആദ്യം വിജിലൻസ് ഡയറക്ടർ അതൃപ്തനായിരുന്നുവെങ്കിലും രണ്ടാമത് ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൽ തൃപ്തനാണ്. ആ റിപ്പോർട്ടിന്മേലാണ് ADGP MR അജിത് കുമാറിന് വിജിലൻസ് ക്ലീൻ ചീറ്റ്
നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നതോടെ ADGPക്ക് DGP ആവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു കിട്ടും. 30 വർഷത്തിൽ മേൽ പ്രവൃത്തി പരിചയമുള്ള IPS ഉദ്യോഗസ്ഥരെയാണ് DGP ആയിട്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിൽ പ്രവൃത്തി പരിചയം അതോടൊപ്പം തന്നെ മേഖലാ മികവും കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 93 അല്ലെങ്കിൽ 95 ബാച്ചിലെ ADGP MR അജിത് കുമാർ ഇത്തരത്തിൽ DGP സംസ്ഥാന പോലീസ് മേധാവി ആവാനുള്ളൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് നൽകിയ ഈ ക്ലീൻ ചീറ്റ് അത് വലിയ രീതിയിലുള്ളൊരു സഹായകമായി തന്നെ മാറുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസായിരുന്നു MR അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലും ഒക്കെ പോയിരുന്നു. ഈ മലപ്പുറത്ത് SP ഓഫീസിലെ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച വിവാദങ്ങൾ പിന്നീട് അത് ADGPയുടെ MR അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഫ്ലാറ്റ് വാങ്ങി മറിച്ചു നിൽക്കുകയും കള്ളപ്പണം കയ്യിൽ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആഡംബര വീട് സ്വന്തമാക്കുകയൊക്കെ ചെയ്തത് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദന അനധികൃതമായിട്ടായിരുന്നു എന്നായിരുന്നു PV അൻവർ ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകിയിരുന്നത്. ആ പരാതിയിലൊന്നും കഴമ്പില്ല എന്നും ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ADGPയുടെ ഭാഗത്ത് ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ക്ലീൻ ചീറ്റ് നൽകിയിട്ടുള്ളത്. ഈ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സമാനമായ കേസുകൾ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദന സാമ്പത്തിക ആരോപണവുമായി വരുന്ന കേസുകൾ ഇത്തരത്തിൽ DGP സ്ഥാനക്കയറ്റത്തേക്ക് വരുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെ പ്രതികൂലമായി ബാധിക്കില്ല. അത് സാമ്പത്തികമായിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ടുള്ള കേസുകളാണ്. സമാനമായിട്ടുള്ള കേസുകൾ രാജ്യത്തുടനീളം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ആ കേസുകൾ നിലനിൽക്കുമ്പോൾ ഒരാളുടെ പ്രവൃത്തി പരിചയത്തെ വെച്ചുകൊണ്ട് മാത്രം അയാളുടെ ജോലി മികവിനെ വെച്ചുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റത്തിനെ പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും വിലക്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ വിജിലൻസ് ഡയറക്ടർ ക്ലീൻ ചീറ്റ് നൽകിയത്. ഇത് സർക്കാർ അംഗീകരിക്കുന്നതോടെ ഈ ADGPയുടെ മേലുണ്ടായിരുന്ന ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അല്ലെങ്കിൽ എല്ലാ ആരോപണങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാകുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ടിൻഡു, ഈ പൂരം കലക്കലിൽ മന്ത്രി K രാജന്റെ മൊഴിയെടുക്കും എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ 2025 തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി അല്ലെങ്കിൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് K രാജൻ്റെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഇന്ന് 8:45 K രാജൻ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അന്വേഷണത്തിനായി മന്ത്രി രാജൻ്റെ മൊഴിയെടുക്കാനാണ് തീരുമാനം. MR അജിത് കുമാറിൻ്റെ വീഴ്ചയെക്കുറിച്ച് DGP നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുപ്പ്. ഉദ്യോഗസ്ഥർ സമയം തേടി, അതായത് നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഇത്തരത്തിൽ അദ്ദേഹം മൊഴി നൽകാൻ പോകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ MR അജിത് കുമാറിന് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ MR അജിത് കുമാർ ADGP ആയിരിക്കുന്ന സമയത്താണ് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്ത് MR അജിത് കുമാറിൻ്റെ ഇടപെടലുകളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ DGP നടത്തുന്നുണ്ട്. മറ്റു വകുപ്പുകളുടെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ DGP നടത്തുന്ന അന്വേഷണത്തിലാണ് തൃശ്ശൂർ ഈ പൂരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രിയായിട്ടുള്ള K രാജനെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം മൊഴിയെടുക്കാൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ 5 മാസക്കാലമായി ഏതാണ്ട് 5 മാസത്തോളമായിട്ട് ഈ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ MR അജിത് കുമാറിന് പിന്നെ ആരോപണ വിമുക്തനാവുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യത വേറൊരു വശമാണ്. ഇതിൽ എന്താണ് ഈ പൂരം കലകലുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ മൊഴിയെടുക്കുക എന്നുള്ളത് നിർണായകമാണ്. കാരണം കഴിഞ്ഞ 5 മാസമായി ഈ കേസിൽ വലിയ രീതിയിലുള്ള പ്രോഗ്രസീവ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇത്തരത്തിൽ മന്ത്രിയെ മൊഴിയെടുക്കുക എന്ന തീരുമാനത്തിലേക്കായി. എന്തായാലും ഇന്ന് സഭയിൽ പ്രധാനപ്പെട്ട 2 ബില്ലുകളുണ്ട്. ഈ 2 ബില്ലുകളുടെ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ മൊഴിയെടുക്കാനായിട്ട് പോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. 2 കാര്യങ്ങൾ: അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്, മറ്റൊന്ന് തൃശ്ശൂർ പൂരം കലക്കലിൽ മന്ത്രി K രാജൻ്റെ മൊഴിയെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.
നെന്മാറ കൂട്ടക്കൊലപാതകത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം പരിശോധിച്ച് അന്തിമമാക്കി. ആലത്തൂർ കോടതിയിലാണ് 500-ലധികം പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുക. ബോയൻ നഗർ സ്വദേശിയായ ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 130-ലധികം സാക്ഷികൾ ഉണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, കുറ്റപത്രം സമർപ്പിക്കുന്നു വളരെ പെട്ടെന്ന്. തീർച്ചയായിട്ടും നാടിനെ ആകെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണ് ഉള്ളത്. അതിൽ 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഈ ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുടെ മൊഴിയും ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ 8 പേരുടെ രഹസ്യമൊഴിയും ഉള്ളടക്കമാവും എന്നുള്ളതാണ്. 500-ലധികം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ശാസ്ത്രീയ തെളിവുകളെല്ലാം ലഭിച്ചതിനാൽ പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. കുറ്റപത്രം പോലീസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായിരുന്നു. അതുകൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ച് ഈ കുറ്റപത്രം അന്തിമമാക്കുകയും ചെയ്തിരുന്നു. എത്രയും വേഗം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഈ പ്രതി ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകം പ്രതി നടത്തിയത്. നെന്മാറ കൂട്ടക്കൊല. പാലക്കാട് മലമ്പുഴ ഡാമിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തി. ഡാമിലെ ദ്വീപുകൾ പോലുള്ള കുന്നുകളിലാണ് ശിലാനിർമ്മിതികൾ കണ്ടെത്തിയത്. 45 ഹെക്ടർ സ്ഥലത്ത് 110 മഹാശിലാ നിർമ്മിതികൾ ഉണ്ടെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. മലമ്പുഴ ഡാമിലെ ദ്വീപ് പോലുള്ള തുരുത്തുകളിൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ ഖനനത്തിലാണ് മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയത്. ഒറ്റ അറയുള്ളതും ഒന്നിലധികം അറകളുള്ളതുമായ കല്ലുകൊണ്ടുള്ള ശവകുടീരങ്ങളാണ് തുരുത്തുകളിൽ കാണുന്നത്. വലിയ ഗ്രാനൈറ്റ് ശിലകളും ചിലതിൽ ലാറ്ററൈറ്റ് കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രാചീന കല്ലറ വിഭാഗത്തിൽപ്പെട്ടവയാണ് ഇവ. കേരളത്തിലെ പ്രാചീന സമൂഹത്തെക്കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ശിലാനിർമ്മിതികളിലൂടെ സാധിക്കും എന്നാണ് ഗവേഷകർ കരുതുന്നത്. 45 ഹെക്ടർ സ്ഥലത്ത് 110-ലധികം മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിലാണ് മെഗാലിത്തിക്കുകളുടെ നിർമ്മാണം എന്നാണ് കരുതുന്നത്. കേരളത്തിലെ ആദ്യകാല ഇരുമ്പ് യുഗ സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്ക് ഇവ സഹായിക്കുമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ഇലന്തൂർ നരബലി കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് പ്രതികളുടെ വാദം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇലന്തൂർ ആഭിചാര കൊലപാതക കേസിൽ വിടുതൽ ഹർജിയിലാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുക. നേരത്തെ തന്നെ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഷാഫി, ലൈല, ഭഗവത് സിംഗ് ഈ 3 പേരുമാണ് തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിടുതൽ ഹർജി കീഴ്ക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത്
ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും തന്നെയാണ്. ഇതല്ലാതെ കുറ്റസമ്മത മൊഴിയല്ലാതെ തങ്ങൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങളെ കുറ്റമുക്തരാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് വിടുതൽ ഹർജിയിൽ 3 പ്രതികളും ചൂണ്ടിക്കാട്ടിയുള്ളത്. പ്രോസിക്യൂഷൻ പക്ഷേ ഈ ഒരു വാദത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ, മറ്റ് തെളിവുകൾ അടക്കം ശേഖരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറ്റമുക്തരാക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ കീഴ്ക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 11 മണിയോട് കൂടിയായിരിക്കും ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതായത് 2022 ഒക്ടോബർ 11 ഈ സംഭവം ഉണ്ടായത്. വളരെ വലിയ രീതിയിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ആഭിചാരക്രിയയുടെ പേരിൽ ഇരട്ടക്കൊലപാതകങ്ങൾ നടന്നു. എറണാകുളത്തെ 2 ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള സ്ത്രീകളെയാണ് മുഹമ്മദ് ഷാഫിയും അതോടൊപ്പം തന്നെ ലൈലയും ഭഗവത് സിംഗും ചേർന്ന് കൊലപ്പെടുത്തിയത്. തലയറുത്ത് മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു. പിന്നീട് അവശിഷ്ടങ്ങൾ പോലീസ് അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു. ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള റോസിൻ അതോടൊപ്പം തന്നെ കൊലപാതക കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് പ്രതികളുടെ വാദം. രേഷ്മയിലേക്ക് വീണ്ടും. രേഷ്മ, ഇതിൽ കുറ്റസമ്മത മൊഴി ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നാണ് പ്രതികൾ വാദിക്കുന്നത്. ഈ വാദത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. കൂടുതൽ ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം നിയമന നിരോധനം ഉൾപ്പെടെ ധനവകുപ്പ് ഏർപ്പെടുത്തിയത് ജനം TV പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ഒപ്പിച്ചേരുന്നു. പ്രജിത്ത് തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. നിയമന നിരോധനം അടക്കം അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. ഇതിപ്പോൾ കൂടുതൽ നടപടികളിലേക്കോ? നമ്മളന്ന് പറഞ്ഞത് ഈ കണ്ണിൽ പൊടിയിടാനൊരു നാടകം, രാഷ്ട്രീയ നാടകം ആണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ചെലവ് ചുരുക്കൽ എന്നത്. മറുവശത്ത് ധൂർത്ത് കൃത്യമായി തുടരുന്നു, അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം സർക്കാർ വകുപ്പുകളുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്കൊന്നും പണം നൽകാൻ സർക്കാരിനില്ല. അതേസമയം ഇഷ്ടക്കാർക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിൽ ഒരു മടി ഇല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ പണം അനുവദിച്ചത്, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് യാത്രാബദ്ധ കൂട്ടി നൽകിയത്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ യാത്രാബദ്ധ നൽകാൻ, ഇങ്ങനെ PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അടിസ്ഥാനപരമായ പ്രവർത്തികൾ ചെയ്യേണ്ട സർക്കാർ ഓഫീസുകളിൽ വാഹന ഉപയോഗത്തിന് പോലും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ഓഫീസിൻ്റെ ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ നിയമനം പരമാവധി ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം, അതും കരാർ നിയമനമാണെങ്കിൽ മാത്രം മതി എന്നൊരു രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു. കൗണ്ടറുകൾ ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള പലതരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും കുഴപ്പമില്ല, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പണം നൽകുന്നതിനൊന്നും സർക്കാരിനൊരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു വശം എന്ന് പറയുന്നത്. എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തി എന്നതിനും കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്ന ഒരു സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ്, സുപ്രീം കോടതി പോലും വിമർശിപ്പിച്ച ആ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് കേരളത്തെ കൂടുതൽ കടക്കണിയിലേക്കുമൊക്കെ തള്ളിവിടുന്നത്. കാരണം കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റ് രീതിയാണ് കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വാർത്തകളിലൂടെ നമ്മൾ പുറത്തുവിട്ടാണ്. എന്തായാലും ഇന്നും കേരളം കടമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട്. ഇന്ന് മുംബൈയിൽ റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലെ ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി വരുന്നുണ്ട് 990 കോടി കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് ഏതാണ്ട് 42,515 കോടിയായി ഉയരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് കൃഷ്ണരാജ്. കാരണം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ എന്തായാലും പോകുമെന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ നമുക്ക് തർക്കമില്ല. നേരത്തെ, അതായത് കോവിഡ് കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സാമ്പത്തിക നിയന്ത്രണം അത് ഇപ്പോഴും ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് അടുത്ത നവംബർ വരെ കഴിഞ്ഞ നവംബർ സമയത്ത് നീട്ടിയിരുന്നു. അതായത് അത് അടിസ്ഥാനപരമായി ഓഫീസുകളിലെ
നവീകരണം, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് തുടങ്ങിയവയ്ക്കൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ ചില വകുപ്പുകളിലൊക്കെ സർക്കാർ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് വാഹനങ്ങൾ വാങ്ങുന്നതും, പ്രത്യേകിച്ച് ധനവകുപ്പിലൊക്കെ വാഹനങ്ങൾ വാങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ സർക്കാരിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത്തരം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോയത്. ഇനിയും ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടതാണ്, പ്രത്യേകിച്ച് കോടതി നടപടികളുടെയൊക്കെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് പോലെ ഇതുവരെ അങ്ങനെ അധികം ഫീസ് വർധനവ് ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിൽ കൂടി ജനങ്ങളെ പിഴിയുന്നതിനുള്ള കൂടുതൽ നിരക്ക് വർധനവും നികുതി വർധനവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ കൂടുതൽ പണം കണ്ടെത്തുക, അതിനായി കൂടുതൽ മേഖലകളിൽ നിന്ന് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ ഇത്തരത്തിൽ നിരക്കുകളും ഇപ്പോൾ അത്തത്ര സേവനങ്ങളുടെ നിരക്കുകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സർക്കാർ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് തന്നെയാണ് ധനവകുപ്പ് നീളുന്നത്. ഇന്ന് ധനവകുപ്പിന്റെ വീണ്ടും ഒരു കടമെടുപ്പ് കൂടി നടക്കുകയും ചെയ്യുന്നു. കൃഷ്ണരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഏതായാലും കൂടുതൽ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഈ ആഴ്ച പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട മിന്നലോടുകൂടിയ മഴയാകും ലഭിക്കുക. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ കഴിയുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, വേനൽ മഴയാണ്, പക്ഷേ അത് വൈകുന്നേരങ്ങളിൽ പെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പരക്കെ പെയ്യും എന്ന അവസ്ഥയിലേക്ക് മാറുന്നുവെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? കൃഷ്ണരാജ്, ഈ ഒരാഴ്ച മുഴുവനുമായി സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ ഉണ്ടാകുമെന്നൊരു ഇതാണ് ഇപ്പോൾ നമ്മളോട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വേനൽ മഴ നല്ലതുപോലെ തന്നെ ഈ ഒരാഴ്ച മുഴുവനും കേരളത്തിലുടനീളമുള്ള എല്ലാ ജില്ലകളിലും ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും കണ്ണൂരുമായിരുന്നു ഈ ഒരു വേനൽ കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. എന്നാൽ അതിനോടൊപ്പം തന്നെ വേനൽ ചൂടിനും യാതൊരുവിധ കുറവും വന്നിട്ടില്ല. താപനില ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു മഴ, ഇത്രയും അധികം വേനൽ മഴ ലഭിക്കുന്നത് ഒരു സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേനൽ സമയത്ത് ഇത്രയും അധികം മഴ ലഭ്യമാകുന്നത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലോരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെ വേനൽ മഴ അധികമായി ലഭിക്കുന്നതും കള്ളക്കടൽ പ്രതിഭാസത്തിനും കടൽ കയറുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മറ്റേതോ വിപത്തിലേക്കാണ് എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട് എന്നാണ് സാധാരണ ജനങ്ങൾ, മത്സ്യത്തൊഴിലാളികളായ ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എറണാകുളം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട്. യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ താപനിലയിൽ യാതൊരുവിധ കുറവും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വേനൽ മഴ അതിശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മുതൽ ഒരു 3 മണി വരെ വേനൽ ചൂട് കടുത്തേക്കുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷമാകും രാത്രിയോടുകൂടി, വൈകുന്നേരത്തോടു കൂടിയാകും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്, വേനൽ മഴ പരക്കെ പെയ്യും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. വിവരം നൽകുകയായിരുന്നു ശ്രീനന്ദ. കടുത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് പത്തനംതിട്ട. വെന്തുരുകുന്ന കാലാവസ്ഥയിൽ ജില്ലയിൽ തെളിനീരൊഴുകുന്ന ചില ജലാശയങ്ങൾ ആളുകൾക്ക് ചില്ലറ ആശ്വാസമല്ല നൽകുന്നത്. വടശ്ശേരിക്കരയിലുള്ള കനാലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ശ്രദ്ധാകേന്ദ്രം. കടുത്ത വേനലിലും വെള്ളം കുത്തിയൊഴുകുന്ന ഇവിടേക്ക് നിരവധി പേരാണ് ഉഷ്ണമകറ്റാൻ എത്തുന്നത്. വടശ്ശേരിക്കരയിലുള്ള അക്വഡേറ്റാണിത്. തണുപ്പ് തേടുന്നവരുടെ ഇപ്പോഴത്തെ പ്രധാന താവളം. ആകാശക്കനാലിൽ നിന്നും വെള്ളം കുത്തിയൊഴുകുന്നു. കനാലിൽ നിന്നും 5 അടിയോളം താഴ്ചയിൽ വെള്ളച്ചാട്ടവും. പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സും ഇതുതന്നെ. ഇത് അടിപൊളി സ്ഥലമല്ലേ. ഞങ്ങളൊക്കെ മഴ സീസൺ കഴിഞ്ഞിട്ട് ഉണക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കുളിക്കുകയും നനയ്ക്കുകയും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം വീടുകളിലെ പുറത്തെ ആവശ്യമുള്ള ജലങ്ങളൊക്കെയും വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്.
അതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഉച്ച സമയത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങാറില്ല, എന്നാൽ പോലും തുണി നനയ്ക്കാനായിട്ട് ഇപ്പോൾ വന്നതാണ്. അല്ലാത്തപ്പോഴാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കിടന്നാൽ പോലും തിരിച്ചു കയറി പോകാൻ തോന്നുന്നില്ല. കാരണം വീട്ടിലെ ചൂടിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുപ്പിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. വേനൽ കടുത്തതോടെ ഇപ്പോൾ ഇവിടെ ആഘോഷമാണ്. രാപ്പകൽ ആളും ബഹളവും. എങ്ങനെയെങ്കിലും ഉഷ്ണമകറ്റണമെന്ന് ചിന്തിക്കുന്നവർ സ്ഥലം തപ്പിപ്പിടിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്ഥലമൊക്കെ അടിപൊളിയാണ്. നല്ല ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് കുളിക്കാൻ നല്ല അലക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ പോകുന്ന നല്ല തണുത്ത വെള്ളമാണ്, ചൂടായതുകൊണ്ട് അതിനകത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. അതിനകത്ത് അത്ര സ്ഥലമുണ്ട്. അതിന് നല്ല തണുത്ത വെള്ളം, മണിയാറിൽ നിന്ന് വരുന്ന വെള്ളം, അടിപൊളി നല്ല തണുപ്പാണ്. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറകളും വൃക്ഷലതാദികളും കൂടുതൽ കുളിർമ പകരുന്നു. പ്രകൃതിയോട് ചേർന്ന് അല്പസമയം ചെലവഴിക്കാൻ ഏറ്റവും മികച്ച ഇടം തന്നെ ഇത്. ചൂടേറ്റ് വാടിത്തളരുമ്പോൾ മനസ്സും ശരീരവും ഒന്ന് തണുപ്പിക്കാൻ ഇങ്ങോട്ട് പോരാം, വൈബാക്കാം, അടിപൊളിയായി ഫ്രഷ് ആയി തിരിച്ചു പോകാം. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന് മർദ്ദിച്ചത് 2 പേർ. ആഷിഖ്, മുഹമ്മദ് അസ്ലം എന്നിവരാണ് മർദ്ദിച്ചത്. പ്രതികളായ 4 പേർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി. ബിജുവിനെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കലയന്താനിയിലും ബിജുവിൻ്റെ സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലും കണ്ടെത്തി. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, എന്താണ് പുതിയ വിവരങ്ങൾ വരുന്നത്? ഇടുക്കി തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചത് മുഖ്യപ്രതി ഒമോനാണ്. വാനിൽ കയറ്റിയ ശേഷം ബിജുവിനെ മറിച്ചത് ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്നുള്ളതാണ് പറയുന്നത്. ഈ ആഷിഖും മുഹമ്മദ് അസ്ലമുമാണ് ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തത്. മറ്റു 2 പേരും ഈ ബിജുവുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന ആളുകളാണ്. ഇവർക്കും നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായതോടെയാണ് ഇവർക്ക് ഈ നിലവിൽ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ ബിജുവിൽ സഞ്ചരിച്ച സ്കൂട്ടർ അത് ഓടിച്ചത് 4ാം പ്രതി ജോണി കുര്യനാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജോണി കുര്യനും ഈ ബിജുവിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപയോളം ഈ ജോമിന് ഈ ബിജു നൽകാനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് ബിജു പലപ്പോഴും ഈ ജോമിനുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ ഒരു വൈരാഗ്യം ഉണ്ടായത്. കൂടാതെ ഈ പണം നൽകാതിരുന്നതും വൈരാഗ്യത്തിന് കാരണമായി എന്നുള്ളത് ജോമിന്റെ മൊഴിയിലുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒരു വാനും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ കലയന്താനിയിൽ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് തന്നെ ഒരു വാൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഈ വാൻ ഈ കലയന്താനിക്കടുത്തുള്ള ഒരു കേറ്ററിംഗിന്റെ ഗോഡൌണിൽ എത്തിയ ശേഷമാണ് ഈ ബിജുവിനെ കൊല്ലുന്നതും ശേഷം ഈ ഒരു മാൻഹോളിൽ ഈ ഒരു മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ 4 പ്രതികളെയും ക്ഷമിക്കണം 3 പ്രതി നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. 4ാം പ്രതിയായി 2ാം പ്രതിയായിട്ട് ആഷിഖ് എറണാകുളം ഒരു കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാണ്. ഇയാളെ കൂടി കസ്റ്റഡിയിൽ 4 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് നീക്കം നടത്തുന്നത്. വിവരങ്ങൾ നൽകിയത് സുബിൻ തോമസ്. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളോടെയാണ് 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായത്. മാർച്ച് 24-ന് ആരംഭിച്ച മഹോത്സവം ഏപ്രിൽ 2-ന് സമാപിക്കും. ചടങ്ങിൽ ജനം TV മാനേജിംഗ് ഡയറക്ടറും ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാനുമായ ചെങ്കൽ S രാജശേഖരൻ നായർ മുഖ്യാതിഥിയായി. വായ്ക്കുരവയുടെയും പഞ്ചവാദ്യമേളഘോഷങ്ങളുടെയും നാദമുഖരിതമായ പുണ്യനിമിഷത്തിൽ ശംഖുമുഖം ദേവിയുടെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ നടന്ന താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾക്ക് തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി.
മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ വൈവിധ്യമുള്ള ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ഇവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞത് പൂർവ്വജന്മസുകൃതമായി കരുതുന്നുവെന്ന് തന്ത്രി പറഞ്ഞു. അങ്കുരാതി ഉത്സവം ഏറെ ശ്രേഷ്ഠമാണ്. വളരെ കുറച്ച് അമ്പലങ്ങളിലേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആ അങ്കുരാതി ഉത്സവത്തിനാണ് ഇപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹത്താൽ കൊടി കയറിയിരിക്കുന്നത്. ഇനി 5-ാമത്തെ ദിവസം, ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും 2-ാം ഉത്സവം തൊട്ട് 9-ാം ഉത്സവം വരെ നിത്യനവകവും കൂടിയുള്ള ഒരു വൈശേഷികത്വം പേറുന്ന സങ്കേതവും ദേവതയുമാണിത്. നിത്യവും നവകമുണ്ട്, 365 ദിവസവും നവവും പഞ്ചവുമുണ്ട്. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹൂർത്തം ജനം TV മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ S. രാജശേഖരൻ നായർ ഓർത്തെടുത്തു. തന്റെ മാതാവിന്റെ വലിയ സ്വപ്നമായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 8-10 വർഷം മുമ്പേ ഇതൊരു ആൾക്കാർ വേസ്റ്റ് ഇടുന്നതും കമ്പൗണ്ടിനകത്ത് വേസ്റ്റ് ഇടുന്നതും ഒരു ക്ഷേത്രത്തിലെ പൂജാരി മേൽശാന്തിക്ക് പണിഷ്മെൻ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റും. കാരണം ഇവിടെ പബ്ലിക് വരില്ല, ഇൻകമില്ല. അങ്ങനെയുള്ള ക്ഷേത്രമായിട്ടൊക്കെ ഇരുന്ന സമയത്താണ് എൻ്റെ അമ്മ എൻ്റെ കൂടി പറഞ്ഞു, മോനെ ഈ ക്ഷേത്രം ഇങ്ങനെ അല്ലല്ലോ. അതിനുശേഷം ഞാൻ കുറേ വർഷം ഇതിൻ്റെ പിറകെ നടന്ന് ദേവസ്വം നല്ലതായിട്ട് നമുക്കൊരു പെർമിഷൻ തന്നതിൻ്റെ ചുറ്റമ്പലവും അലങ്കാര ഗോപുരവും ഒക്കെ ചെയ്യുന്നതിന് വളരെ നല്ല രീതിയിൽ അത് ചെയ്തു. ഇന്ന് ഇതൊരു ഡിമാൻഡുള്ളൊരു ക്ഷേത്രമായിട്ട് മാറി. പൂജാരിമാർക്കെല്ലാം ഒരുപാട് ഭക്തർ വരുന്നു. വളരെ ഒരു ഐശ്വര്യവും പോസിറ്റീവുള്ള ക്ഷേത്രങ്ങളാണ്. ശംഖുമുഖം ദേവിക്ക് പത്മനാഭസ്വാമിയുടെ സോദരി സ്ഥാനമാണ് എന്നാണ് സങ്കല്പം. അൽപ്പശി പൈങ്കുനി ഉത്സവ ആറാട്ടുകൾക്ക് ക്ഷേത്രവുമായി വലിയ പ്രാധാന്യമാണുള്ളത്. ശംഖുമുഖം ദേവി ക്ഷേത്രം വളരെ പ്രശസ്തവും ചിരപുരാതനവുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ പത്മനാഭ സഹോദരിയാണ്. ഇത് ഇവിടെ ആറാട്ട് നടക്കുന്ന വർഷത്തിലെ 2 വർഷവും ഈ തിരുനടയിൽ വന്ന് ദക്ഷിണ വച്ച അനുവാദത്തോടു കൂടിയാണ് 2 പ്രാവശ്യവും ഈ ഇവിടെ നമ്മുടെ ശംഖുമുഖം ആറാട്ടുകടവിൽ ആറാട്ട് നടക്കുന്നത്. ഈ ക്ഷേത്രം ആഴിയുടെ കടലിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടിട്ട് ചൈതന്യത്തിൽ വളരെ മുൻപിലാണ് ഈ ക്ഷേത്രം. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം ശംഖുമുഖത്തെയും അനന്തപുരിയെയും സംരക്ഷിക്കുന്നത് ദേവിയുടെ കടാക്ഷമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഓക്കി വളരെയധികം സുനാമി, പല ദുരന്തങ്ങളും കടലാക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശംഖുമുഖത്ത് അമ്മ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം റോഡ് കടന്ന് ഇങ്ങോട്ട് കയറാറില്ല. ഞങ്ങളെ എന്നും ഈ തിരുവനന്തപുരത്തുകാരെ കടലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ദുർഗാദേവിയാണ് എന്നൊരു വിശ്വാസം തന്നെയുണ്ട്. കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് ഇവിടുത്തെ കിണറ്റിലേക്ക് ഒരു പാളയും കയറും, അതായത് തൊട്ടിയും കയറും നിവേദിക്കുന്നവർക്ക് ആസ്മ രോഗത്തിൻ്റെ ഒരു ചികിത്സ കൂടിയായി മാറുന്നതാണ്. ദേവിയുടെ തൃക്കടാക്ഷത്തിനായി നിരവധി പേരാണ് ദിനവും ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇവിടുത്തെ ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ശക്തിയുള്ള, വളരെ സത്യസ്വരൂപിണിയായിട്ട് ഈ പ്രദേശം മുഴുവനും, പണ്ട് തിരുവനന്തപുരത്ത് ഒരു കല്യാണങ്ങൾ നടന്നിരുന്നെങ്കിൽ പോലും അത് ഇവിടെ ശംഖുമുഖത്ത് വെച്ചാണ്. പഴയ പുരാതനമായ ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ വെച്ചാണ് കല്യാണങ്ങളെല്ലാം നടന്നിരുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ദേവിയുടെ നടയിൽ വരുന്നു. നേരത്തെ തന്ത്രി പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉള്ളൊരു ക്ഷേത്രമാണ്. അതിവിടെ വരുമ്പോൾ മനസ്സിലാകും. തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായി ദീപപ്രഭയാൽ മുഖരിതമാണ് ക്ഷേത്രവും പരിസരവും. ക്ഷേത്രാചാരങ്ങൾക്ക് പുറമെ വിവിധ കലാപരിപാടികളുമായി 10 നാൾ നീണ്ടു നിൽക്കുന്ന തൃക്കൊടിയേറ്റ് മഹോത്സവം ഏപ്രിൽ 2 നടക്കുന്ന ആറാട്ടെഴുന്നള്ളത്തോടെ സമാപിക്കും. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ KSRTC സ്വിഫ്റ്റ് ബസ് പാഞ്ഞു കയറി അപകടം. റോഡിൽ മാങ്ങ പെറുക്കുന്നവർക്കിടയിലേക്കാണ് ബസ് പാഞ്ഞു കയറിയത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് ഉണ്ടായത്?
കൃഷ്ണരാജ്, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇന്നലെ ഈ താമരശ്ശേരി അമ്പായത്തോട് ഭാഗത്ത് കാറ്റടിച്ചിരുന്നു. ഈ കാറ്റടിച്ചതിനെ തുടർന്ന് ഈ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന മാവിന്റെ കൊമ്പൊടിഞ്ഞ് ഈ റോഡിലേക്ക് വീണിരുന്നു. ഈ സമയത്ത് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഈ പരിസരവാസികൾ തന്നെയായിട്ടുള്ളവർ ഈ റോഡിൽ നിന്നുകൊണ്ട് ഈ മാങ്ങ പെറുക്കുകയായിരുന്നു. ഈ സമയത്താണ് അതുവഴി വന്നിരുന്ന KSRTC ബസ് ഇവരുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയത്. ഈ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ ആറമുക്ക് സ്വദേശി ഗഫൂറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പരിക്കേറ്റ 2 പേർക്ക് ഈ കൈക്കും കാലിലും ഒക്കെ തന്നെയാണ് പരിക്കേറ്റത്. മാത്രമല്ല, ഈ അപകടത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഈ റോഡിന് നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവർ മാങ്ങ പെറുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ KSRTC ബസ്സും സ്പീഡിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, സ്വിഫ്റ്റ് ബസ് പുലർച്ചെ കോഴിക്കോട് താമരശ്ശേരിയിൽ പാഞ്ഞുകയറി 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. ഏറ്റവും വലിയ ക്യാഷ് അവാർഡുമായി ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം വീണ്ടും വരുന്നു. ഇത്തവണ 25 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. ആകെ 7.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. മലയാള ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകുന്നതാണ് ഭാഷാ കേസരി പുരസ്കാരം. ഇതിനു മാത്രം 5,01,000 രൂപയാണ് സമ്മാനത്തുക. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാര തുകയാണ് ഇത്. ഭാഷാ കേസരി പുരസ്കാരം ഒഴികെ മറ്റെല്ലാം 35 വയസ്സിന് താഴെയുള്ള പ്രതിഭകൾക്കാണ്. വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിക്കും. മികച്ച നോവലിസ്റ്റ്, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച കഥാകൃത്ത്, മികച്ച കവി, മികച്ച ഗാനരചയിതാവ്, മികച്ച ബാലസാഹിത്യകാരൻ എന്നിവയടക്കം ആകെ 25 പുരസ്കാരങ്ങൾ. സ്കൂൾ കോളേജ് തലത്തിലെ മികച്ച ഗ്രന്ഥകാരനടക്കം പുരസ്കാരങ്ങൾ നൽകും. മികച്ച സ്കൂൾ കോളേജ് മാഗസിൻ, മികച്ച സ്ഥാപന കമ്പനി തല മാഗസിൻ എന്നിവർക്കുമുണ്ട് സമ്മാനം. മലയാള സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പുരസ്കാരമേളയാണ് ഇത്തവണത്തേതെന്ന് പ്രോജക്ട് ഇൻഡിവുഡ് സ്ഥാപക ചെയർമാനും ഏരീസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സോഹൻ റോയ് പറഞ്ഞു. ഭാഷാ കേസരി പുരസ്കാരം ഇന്ന് മലയാള ഭാഷയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സമഗ്രമായ സംഭാവന ഭാഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇത്തവണ 25 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാള ഭാഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് ആകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഇത്തവണ ശ്രമിക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ എഴുത്തുകാരിലേക്കും ഇതെത്തിക്കുക. മലയാള ഭാഷയ്ക്കായി മറ്റാരും നടത്താത്ത മേളയാണിതെന്ന് എഴുത്തുകാരനും കവിയുമായ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ. മലയാള ഭാഷയിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു പുരസ്കാര പരിപാടി മറ്റാരും നടത്തുന്നുള്ളതായി എനിക്കറിവില്ല. 25 വിഭാഗങ്ങളിലായി കൊടുക്കപ്പെടുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള പുരസ്കാരങ്ങൾ, അത് ഇൻഡിവുഡിന്റെ മാത്രം ഒരു സംഭാവനയാണ്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഒരു ചാലകശക്തിയായിട്ടുള്ള ശ്രീ സോഹൻ റോയ് അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻഡിവുഡിന്റെ ഈ ഭാഷാ സേവന പരിപാടിക്ക്, ഈ പുരസ്കാരത്തിലേക്ക് ഉള്ള നയിക്കുന്ന പ്രക്രിയയ്ക്കും എല്ലാം ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങളും പിന്നെ അതിന്റെ എല്ലാ ആവുകങ്ങളും ഞാൻ നേരുകയാണ്. ജൂലൈ 31 മുൻപ് ഐക്കരക്കോണം പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, കക്കോട് PO, പുനലൂർ എന്ന വിലാസത്തിൽ രചനകൾ അയക്കണം. ന്യൂസ് ഡെസ്ക്, ജനം. കോഴിക്കോട് താമരശ്ശേരി ഷിബില കൊലക്കേസിൽ ഭർത്താവ് യാസിറിനെ കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശക്തമായ പോലീസ് കാവലിലായിരിക്കും തെളിവെടുപ്പ്. ഇന്നലെ കത്തി വാങ്ങിയ കടയിലും പെട്രോൾ പമ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി അനഘ ഒരിക്കൽ കൂടി ചേരുന്നു. അനഘ പറയും. കൃഷ്ണരാജ്, ഈ താമരശ്ശേരി ഷിബില കൊലക്കേസ് പ്രതിയായിട്ടുള്ള ഭർത്താവ് യാസിനെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നലെ ഈ യാസിനുമായിട്ട് ഈ പ്രതി കൊല നടത്തിയതിനു ശേഷം വീട്ടിലെ കാറുമായി പോയ പെട്രോൾ പമ്പിൽ എത്തിച്ചിരുന്നു. ഈ പെട്രോൾ പമ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ സമയത്ത് ഈ പോലീസ് വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് യാസിനെ തെളിവെടുപ്പ് നടത്തിയത്. മാത്രമല്ല, അതിനുശേഷം പ്രതി ഈ കൊല നടത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ
കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഈ പ്രതി കൊല നടത്തിയ ഈ ഷിബിലയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പക്ഷേ ഈ പ്രതിയെ ഈ ഷിബിലയുടെ വീട്ടിലെത്തിച്ചാൽ ആ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ രോക്ഷാകുലരാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ എടുത്തതിന് ശേഷമായിരിക്കും ഇന്നെന്തായാലും ഈ ഷിബിലയുടെ വീട്ടിലെത്തിച്ച് യാസിനുമായി തെളിവെടുപ്പ് നടത്തുക. കൃത്യമായൊരു പോലീസ് കാവലും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടാവും. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ യാസിൻ ആ പ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ പ്രദേശവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് കൃത്യമായ ഇതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും എന്തായാലും അന്വേഷണ സംഘം ഇന്ന് യാസിനുമായിട്ട് ഷിബിലയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. മാത്രമല്ല ഈ യാസിന്റെ ലഹരി ഇടപാടിനെ കുറിച്ചൊക്കെ തന്നെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. യാസിൻ ലഹരി ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലമാണ് ഈ ഷിബില യാസിനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അതിലുള്ള പ്രതികാരം കൂടിയായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാസിന്റെ ലഹരി ഇടപാടുകൾ, ആരാണ് യാസിന്റെ ലഹരി എത്തിക്കുന്നത്, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തായാലും അന്വേഷിക്കും. കൃഷ്ണരാജ്. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകിയത്. വളയം പിടിച്ച കൈകൾ കൊണ്ട് കൃഷിയിൽ നൂറുമേനിയുടെ സമൃദ്ധി വിളയിക്കുകയാണ് കോഴിക്കോട് ചാത്തമംഗലത്തെ വിനോദ്. 1.5 ഏക്കർ വയലിൽ വിവിധ തരം പച്ചക്കറികൾ ലാഭകരമായി കൃഷി ചെയ്യുകയാണ്. ഡ്രൈവർ ജോലിക്ക് അവധി നൽകി ഈ കർഷകൻ. കുറേ വർഷം പല വാഹനങ്ങളിൽ പല സ്ഥാപനങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്തിട്ടും ജീവിതം ക്ലച്ച് പിടിക്കാതിരുന്നതോടെയാണ് നായർക്കുഴി കരിയാത്തൻ കുന്നുമ്മൽ വിനോദ് കുമാർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ജീവിതം പച്ചപിടിക്കാൻ പച്ചക്കറി പരീക്ഷിക്കാനുള്ള തീരുമാനം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് വിനോദ്. പക്ഷെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടമാണ് ഒന്നും ഒക്കൂലെന്ന് എല്ലാവരും പറയാം. പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പാട്ടം കൊടുത്തിട്ടാണെങ്കിൽ ശരി, നല്ല രീതിയിൽ എനിക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. മണ്ണറിഞ്ഞ് മണ്ണിനോട് കൂടെ നിന്ന് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ മക്കളും കൂടെ നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷം വേറുണ്ട്. മത്തൻ, ചുരങ്ങ, പീച്ചങ്ങ, പാവൽ, പയർ, ചീര തുടങ്ങി 15ഓളം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകളാണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറികളുടെ വിൽപ്പനയും ഇടനിലക്കാരെ ഒഴിവാക്കി സ്വന്തമായി തന്നെ. റോഡരികിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ സൗകര്യത്തിൽ വെച്ചാണ് വിൽപ്പന. ഭാര്യയും മക്കളും പിന്തുണയുമായി കൂടെ തന്നെയുണ്ട്. കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ കൃഷിയിലൂടെ നഷ്ടങ്ങൾ നികത്തിയ കഥയാണ് ഈ കർഷകന് പറയാനുള്ളത്. ജനം, കോഴിക്കോട്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ വെട്ടേറ്റ് പിതാവ് മരിച്ചതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മാനസിക രോഗിയായ പ്രതി സുധീഷ് ലഹരിക്ക് അടിമയാണ്. ലഹരി ഉപയോഗിക്കാൻ പണത്തിനായി അച്ഛനെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. പണം നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അനഘ വീണ്ടും ചേരുന്നു. അനഘ, ലഹരിക്കടിമയായ മകനാണ് ആ കൃത്യം നിർവഹിച്ചത്. പോലീസ് എന്തു പറയും? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത്. ഈ സുധീഷ് മാനസിക രോഗിയായ സുധീഷ് അച്ഛൻ അശോകനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ സന്ധ്യയോടെ ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ സമയത്ത് ഈ വീട്ടിൽ ലൈറ്റ് ഒന്നും ഇടാത്തതിനെ തുടർന്ന് അയൽവാസികൾ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് അവർ പരിശോധിച്ചപ്പോഴുമാണ് ഈ വെട്ടേറ്റ നിലയിൽ അശോകനെ മുറിയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെയാണ് ഈ പോലീസും നാട്ടുകാരും ചേർന്നാണ് അശോകനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ കൊല നടന്നിരുന്നു എന്നാണ് ഈ പ്രാഥമികമായ പോലീസിന്റെ നിഗമനം. ഈ കൊല നടത്തിയതിനു ശേഷം ഈ പ്രതിയായിട്ടുള്ള മകൻ സുധീഷ് ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം പിന്നീട് രാത്രിയോടെ നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ സുധീഷിനെ കണ്ടെത്തുന്നത്. സുധീഷ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. പക്ഷേ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ സുധീഷ് ലഹരിക്ക് അടിമയാണെന്നും
ഈ ലഹരി ഉപയോഗിക്കാനായി അച്ഛനോട് നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലപാതകമാണ് ഇത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രാഥമികമായ അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ കൊല നടന്ന ദിവസവും പ്രതി വീട്ടിലെത്തി അച്ഛൻ അശോകനോട് തനിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ നിരന്തരം അശോകനോട് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതി വീട്ടിൽ ബഹളം വെക്കാറുണ്ട് എന്ന് അയൽവാസികളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പണം ആവശ്യപ്പെട്ടെങ്കിലും പലപ്പോഴും അശോകൻ പണം നൽകിയിരുന്നു. ഇന്നലെ പണം നൽകിയിരുന്നില്ല. അതിന്റെ വൈരാഗ്യത്തിലും ത്തിലാണ് ഈ കൊല നടത്തിയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രതിയായിട്ടുള്ള സുധീഷ് മാനസിക രോഗിയാണെങ്കിൽ പോലും ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് സ്വഭാവം മാറിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുധീഷിന് എവിടെ നിന്നാണ് ഈ രീതിയിൽ ലഹരി ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സങ്കടകരം 10 വർഷം മുൻപ് ഈ അശോകന്റെ ഭാര്യയെ മറ്റൊരു മകൻ മാനസിക പ്രശ്നങ്ങളുള്ളയാളാണ്, ലഹരിക്ക് അടിമയാണ്. വിവരങ്ങൾ നൽകിയത് അനഘ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണുകൾ സമർപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആദ്യ 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ ഫോണുകൾ പോലീസ് ആസ്ഥാനത്ത് സമർപ്പിച്ചത്. തീപിടുത്തത്തിനിടെ പണം കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന രൂപീകരിച്ച 3-അംഗ സമിതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് സമിതി അറിയിച്ചു. മാർച്ച് 14 രാത്രിയാണ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. ഇനി IPL വാർത്തകളിലേക്കാണ്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെ ത്രസിപ്പിക്കുന്ന വിജയം. 1 വിക്കറ്റിനാണ് ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൗ ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഡൽഹി ക്യാപിറ്റൽസ് തകർച്ചയോടെയാണ് തുടങ്ങിയതെങ്കിലും ഗംഭീരമായ വിജയമാണ് ഡൽഹിക്കുണ്ടായത്. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ അശുതോഷ് ശർമ്മയുടെ തകർപ്പൻ പ്രകടനമാണ് ഡൽഹിക്ക് വിജയം സമ്മാനിച്ചത്. IPL-ൽ ഇന്ന് ഗുജറാത്ത് മത്സരിക്കാൻ ഇറങ്ങും. അവർക്ക് പഞ്ചാബാണ് എതിരാളികൾ. പുത്തൻ പുലരി പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും ഒക്കെയായി ലൈവ് റിപ്പോർട്ട്സ് പിന്നാലെ വരും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്തേ.